നമസ്കാരം. വിഷയം സാഹിത്യ നിരൂപണത്തിൻ്റെ മരണം എന്നായപ്പോൾ ഇവിടെ വന്ന ഒന്ന് രണ്ടാളുകൾ ചോദിച്ചൊരു ചോദ്യം, അപ്പോൾ ഞങ്ങൾ പരേതാത്മാക്കളാണോ എന്നാണ്. ഈ വിഷയം ഇങ്ങനെയാണെങ്കിലും സാഹിത്യ നിരൂപണത്തിന് വായനക്കാർ കുറഞ്ഞിട്ടുണ്ട് എങ്കിലും സാഹിത്യ നിരൂപണത്തിൽ തന്നെ ഒരു ചാഞ്ചല്യവുമില്ലാതെ ഉറച്ചു നിൽക്കുന്ന 3 പേരാണ് ഇന്ന് പ്രധാനമായും ഇത് ചർച്ച ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. പണ്ട് മുതലേ നമുക്കുള്ളൊരു വിശ്വാസം ഈ കലാസൃഷ്ടി എളുപ്പം വ്യാഖ്യാനത്തിന് വഴങ്ങുന്നതല്ല, അവ്യാഖ്യായേയം ആണ് എന്നൊക്കെ പറയും പഴയ ആളുകൾ. കുമാരനാശാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ കാവ്യകലയോട് ആർക്കും നിൻ പൊരുളറിയില്ല എന്ന് പറയും. പക്ഷെ വള്ളത്തോളിൻ്റെ രീതിയിൽ അതിൻ്റെ അകവും പൊരുളും വെളിപ്പെടുത്താൻ എത്രയോ കാലങ്ങളായി സാഹിത്യ വിമർശകർ നടത്തിയിട്ടുള്ള ഒരു ഫലമാണ് യഥാർത്ഥത്തിൽ സാഹിത്യം. ഇപ്പോൾ സാഹിത്യത്തിൽ നിന്ന് സാഹിത്യ നിരൂപണം ഉണ്ടാവുകയല്ല ചെയ്തിട്ടുള്ളത്, സാഹിത്യ നിരൂപണത്തിൽ നിന്നാണ് സാഹിത്യം ഉണ്ടായിട്ടുള്ളത്. അതിനു മുമ്പ് കലാസൃഷ്ടികൾ ഉണ്ടെങ്കിലും ആ കലാസൃഷ്ടികളിൽ ഏതാണ് മികച്ചത് അല്ലെങ്കിൽ ഏതിനാണ് ആ മൂല്യം എന്നുള്ളത് കണ്ടെത്തിയത് കാലാകാലങ്ങളായി സാഹിത്യ നിരൂപണം ചെയ്തു വന്നിരുന്ന ഒരു പ്രവൃത്തിയാണ്. ഒരു കാലത്ത് സാഹിത്യ നിരൂപണം എന്ന് പറയുന്നത് ഖണ്ഡന വിമർശനത്തിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. ഖണ്ഡന വിമർശനം യഥാർത്ഥത്തിൽ കലാകാരനോട് ചെയ്യുന്ന ഒരു ക്രൂരതയുണ്ട് അതിനകത്ത്. ഒരു കറക്ഷൻ ഓഫ് ടേസ്റ്റ്, അഭിരുചി നവീകരണമാണെന്നൊക്കെ പറയുമെങ്കിലും അതിൽ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത് ഈ നിരൂപകൻ്റെ അഹന്തയാണ്. സത്യത്തിൽ ഇപ്പോൾ കവിക്ക് അഹന്ത രക്ഷയില്ല. കാരണം അയാളുടെ മുമ്പിൽ ഒരു പിടിയും കിട്ടാത്ത ജീവിതം എന്ന് പറയുന്ന പാഠപുസ്തകമാണ്. ജീവിതം എന്ന പാഠപുസ്തകത്തിൻ്റെ മുമ്പിൽ വിനയാന്വിതനായി നിൽക്കാനേ പലപ്പോഴും കലാകാരന് കഴിയും. അങ്ങനെ എഴുതപ്പെടുന്ന പുസ്തകത്തിൻ്റെ മുമ്പിൽ പുസ്തകം കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് ആ എഴുത്തുകാരനെ വിധി എഴുതുക എന്നുള്ള ജോലിയാണ് പലപ്പോഴും വിമർശകൻ ചെയ്യുന്നത്. ഭാഗ്യവശാൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ തലമുറയിൽപ്പെട്ട സാഹിത്യ നിരൂപകർ ക്രിട്ടിക് ആസ് എ സെലിബ്രേറ്റർ എന്ന മട്ടിൽ കാണുന്ന ആളുകളാണ്. ഒരു സാഹിത്യകൃതിയോടൊപ്പം തീർത്ഥാടനത്തിൽ പോവുക, അവിടെ കാണുന്ന പ്രധാന കാഴ്ചകൾ വായനക്കാരുമായി പങ്കുവെക്കുക, അതിൻ്റെ എന്തുകൊണ്ടാണ് അത് മഹനീയമായ കലാസൃഷ്ടിയായി മാറുന്നത് എന്ന് വെളിപ്പെടുത്തുക. അങ്ങനെ ഒരു സെലിബ്രേറ്ററുടെ റോളാണ് പുതിയ കാലത്ത് സാഹിത്യ വിമർശനത്തിനുള്ളത്. മറ്റേ അഴീക്കോട് മാഷിൻ്റെയൊക്കെ കാലത്തുണ്ടായിരുന്ന ഈ ഖണ്ഡനം ഇന്ന് ഏറെക്കുറെ അപ്രത്യക്ഷമായി എന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊരു കാര്യം, ഈ ഘടനാവാദ കാലത്തെ സാഹിത്യ വിമർശനം ആണ് ഒരർത്ഥത്തിൽ ഈ വായനക്കാരെ സാഹിത്യ വിമർശനത്തിൽ നിന്ന് കുറച്ച് മാറ്റിയത്. അപ്പം ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കവിത KGSൻ്റെ പൂക്കൈത എന്ന സമാഹാരത്തിൽ അക്കപ്പൊരുൾ എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. അക്കങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടാകുന്ന ഒരു കാലം, അക്ഷരങ്ങളെ വിശ്വസിക്കാതിരിക്കുക. കാരണം അക്ഷരത്തിന് ധ്വനിയുണ്ട്, അർത്ഥഭേദമുണ്ട്, അത് പാടില്ല. എല്ലാം അക്കം. എനിക്കിത്ര വയസ്സ്, ഇത്ര കിലോ ഭാരം, ഇത്ര നീളം, ഭാര്യ 1, കാമുകിമാർ 2 എന്നിങ്ങനെ എല്ലാത്തിലും എണ്ണം. ആ അക്കം ഒരു വലിയ പെരുമാളായി മാറുന്ന ഒരു കാലം. നോബൽ സമ്മാനത്തേക്കാൾ ഗിന്നസ് ബുക്ക് റെക്കോർഡ്സിന് പ്രാധാന്യമുണ്ടാകുന്ന ഒരു കാലം. അതുപോലെ ഒരു ശാസ്ത്രയുക്തി കൊണ്ട് മാത്രം വ്യാഖ്യാനിക്കാവുന്ന കാര്യങ്ങൾ വിമർശനത്തിൽ കടന്നു വന്നപ്പോഴാണ് പൊതുവെ ഇതിന് വായനക്കാരിൽ നിന്ന് അകന്നുപോയത്. മാത്രവുമല്ല, അത് പൂർണ്ണമായും മനസ്സിലാക്കാനോ സ്വാംശീകരിക്കാനോ കഴിയാത്ത സാഹിത്യ അധ്യാപകർ ധാരാളമായി പഠനങ്ങൾ എഴുതിയതും അതിന് ദോഷം സംഭവിച്ചു. ഇപ്പം ഞാൻ ഈ ചർച്ചയിലേക്ക് ഇവരെ ക്ഷണിക്കുമ്പോൾ പഴയ ഒരു സാഹിത്യ വിമർശകൻ, കവിയുമായ ഓടൻ സാഹിത്യ വിമർശനത്തിൻ്റെ അടിസ്ഥാന സങ്കല്പങ്ങളെപ്പറ്റി ഒരു നൂറ്റാണ്ടിന് മുമ്പ് പറഞ്ഞ ഒരു 6 തത്വങ്ങൾ വളരെ പെട്ടെന്ന് ഹ്രസ്വമായി പറയട്ടെ. വിമർശകൻ്റെ 6 കർത്തവ്യങ്ങൾ.
ഞാൻ ഇതുവരെ പരിചയിച്ചിട്ടില്ലാത്ത എഴുത്തുകാരെയും അവരുടെ കലാസൃഷ്ടികളെയും പരിചയപ്പെടുത്തുക. ഞാനൊരു എഴുത്തുകാരനെ മനസ്സിലാക്കാതെ പോയത് അയാളെ ശ്രദ്ധയോടെ വായിക്കാത്തത് കൊണ്ടാണ് എന്ന് എന്നെ ബോധ്യപ്പെടുത്തുക. 3. പല കാലങ്ങളിലുള്ള പല സംസ്കാരങ്ങളിലുള്ള കലാസൃഷ്ടികൾ തമ്മിലുള്ള ബന്ധം എങ്ങനെ എന്ന് കാട്ടിത്തരിക. ഇത് സാധാരണ രീതിയിൽ എനിക്ക് കാണാനും മനസ്സിലാക്കാനും സാധ്യമല്ലാത്തതാകണം. 4. സാഹിത്യകൃതിയെ കൂടുതൽ മനസ്സിലാക്കി തരും വിധമുള്ള പാഠവിമർശനം നടത്തുക. പാഠവിമർശനം എന്ന് അദ്ദേഹം അന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. റീഡിംഗ് എന്ന വാക്കാണ് അന്ന് അദ്ദേഹം അന്നേ തന്നെ ഉപയോഗിച്ചത്. 5. കലാനിർമ്മാണ പ്രക്രിയയിലേക്ക് വെളിച്ചം വീശുക. 6. കലയ്ക്ക് ജീവിതം, ശാസ്ത്രം, സമ്പദ്ശാസ്ത്രം, നൈതികത, മതം തുടങ്ങിയവയുമായുള്ള ബന്ധത്തിലേക്ക് വെളിച്ചം വീശുക. ഇതിലെ ആദ്യത്തെ 3 സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടതാണ്. പാണ്ഡിത്യം, എങ്ങനെയുള്ള പാണ്ഡിത്യം എന്ന് പറയുന്നുണ്ട്. അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ അറിവ് മാത്രമാണ് സാഹിത്യ വിമർശകന് ആവശ്യമുള്ള പാണ്ഡിത്യം. പിന്നത്തെ 3നും ഉൾക്കാഴ്ചയാണ് പ്രധാനമായും വേണ്ടത്. അതിൽ ചില തത്വങ്ങൾ വളരെ ഗംഭീരമായി പ്രവർത്തിക്കുന്ന പുസ്തകങ്ങളിപ്പോൾ ജോർജ് സൈമൺസിൻ്റെ ഒരു പുസ്തകം, അത് ചെക്കോവ് മുതലുള്ള 5 കഥാകൃത്തുക്കളുടെ കഥകൾ കുട്ടികളെ പഠിപ്പിക്കുന്ന പുസ്തകമാണ്. അത് വളരെ മനോഹരമായ ഒരു പുസ്തകമാണ്. നമുക്ക് സാഹിത്യ വിമർശകർക്ക് ഒരു അടിസ്ഥാന ബാലപാഠമായിട്ട് കയ്യിൽ സൂക്ഷിക്കാവുന്ന പുസ്തകമാണ്. ചെക്കോവിൻ്റെ ഒരു കഥ എടുക്കുന്നു, അതിലെ ഒരു പേജ് മുഴുവൻ ആദ്യം അച്ചടിക്കുന്നു. എന്തുകൊണ്ടാണ് ആ കഥ പ്രധാനപ്പെട്ടതാകുന്നത് എന്ന് ഒരു 4-5 പേജ് അതിൻ്റെ സംവാദം. അത് വായനക്കാരുമായുള്ള സംവാദമാണ്. ഈ കഥ എങ്ങോട്ട് പോകുക എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അല്ലെങ്കിൽ എഴുത്തുകാരൻ, നിങ്ങളിത് എഴുതുകയാണെങ്കിൽ നിങ്ങൾ ഈ കഥയ്ക്ക് ഇനി എന്ത് സംഭവിപ്പിക്കും, ഈ കഥാപാത്രത്തിന് ഇനി എന്തു പറ്റും എന്നിങ്ങനെ വിശദമായി ചോദിച്ച് ഒരു കഥ വിശകലനം ചെയ്തു വരികയാണ്. അത് വരുമ്പോഴാണ് എന്തുകൊണ്ടാണ് ഈ കഥ ഒരു സാധാരണ കഥയല്ലാതെ അസാധാരണമായ ഒരു കഥയാവും. നമ്മൾ ഈ ചെക്കോവിൻ്റെ കഥ എന്ന് പറയുന്നത് കാരൂര് വായിക്കുന്ന പോലെ നല്ല കഥ എന്ന് പറഞ്ഞ് വായിക്കാതെ ആധുനികനായ ഏതൊരു കഥാകൃത്തിൻ്റെയും കഥകളേക്കാൾ മികച്ച ഒരു കഥയായി ഇത് എങ്ങനെ മാറുന്നു എന്ന്. ടർജനേവിൻ്റെ കഥയുണ്ട്, ടോൾസ്റ്റോയിയുടെ കഥകളുണ്ട്. അങ്ങനെ 5 കഥകൾ ഏതാണ്ട് 300 പേജുള്ള പുസ്തകത്തിൽ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. ഇത് ക്രിയേറ്റീവ് റൈറ്റിംഗ് ക്ലാസ്സിൽ നടത്തിയ സംവാദത്തിൻ്റെ ഒരു റിട്ടൺ ഫോമാണ്. ആ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് 700 പേരിൽ നിന്ന് തിരഞ്ഞെടുത്ത 6 വിദ്യാർത്ഥികളാണ്. ഈ 6 വിദ്യാർത്ഥികളിൽ 2 പേർക്ക് ഹെമിംഗ്വേ പ്രൈസ് കിട്ടിയിട്ടുണ്ട്, മാൻ ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അത്രയും മികച്ച എഴുത്തുകാരുൾപ്പെടുന്ന അവരോട് നടത്തുന്ന ആ ചർച്ച എനിക്ക് ഘടനാവാദാനന്തര കാലത്തെ ഈ പുസ്തകങ്ങളെക്കാളെല്ലാം ഗംഭീരമായി തുടങ്ങുന്നു. ഈ ചർച്ച തുടങ്ങി വെക്കാൻ ഞങ്ങളുടെ കൂട്ടത്തിൽ മുതിർന്ന ശ്രീ EP രാജഗോപാലിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞങ്ങൾ 4 പേരെ നിങ്ങൾക്ക് കാണാം. ഞങ്ങളെല്ലാവരും ജീവനോടുകൂടി ഇരിക്കുന്നവരാണ്. നിങ്ങൾ കാണുന്നത് പ്രേത കാഴ്ച അല്ല. ഞങ്ങൾ ചായ കുടിച്ച് ബിസ്ക്കറ്റ് കഴിച്ച് നടന്നു വന്ന് ഈ വെള്ള ഇരിപ്പിടത്തിലിങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഉറപ്പിക്കാം നിരൂപണം മരിച്ചിട്ടില്ല എന്ന്. നിരൂപണത്തിന് മരിക്കാൻ പറ്റില്ല. സാഹിത്യം കൊണ്ട് മാത്രമല്ല നിരൂപണം നിൽക്കുന്നത്. നമ്മൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തെ നിരൂപണം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുക എന്നതിൻ്റെ അർത്ഥം. നമ്മുടെ ഒരു ബസ് യാത്ര, നമ്മുടെ ഭക്ഷണം, നമ്മുടെ രതി, നമ്മുടെ രാഷ്ട്രീയം, കച്ചവടം, സർവമാന വ്യവഹാരങ്ങളെയും നിരൂപണം ചെയ്തുകൊണ്ടാണ് ഏതാണ്ട് എല്ലാ മനുഷ്യരും ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാഹിത്യം എന്ന അക്കൂട്ടത്തിൽപ്പെടുന്ന ഒരു സംഗതിയാണ് സാഹിത്യം. അതുകൊണ്ട് സാഹിത്യ നിരൂപണവും അവസാനിക്കില്ല. മനുഷ്യന് ചിന്താശേഷി ഉള്ളിടത്തോളം കാലം സാഹിത്യ നിരൂപണവും അവസാനിക്കില്ല. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പുതിയ കാലത്ത് സാഹിത്യം എന്ന വാക്കിൻ്റെ അർത്ഥം കുറേയൊക്കെ ആരും ആഗ്രഹിക്കാതെ മാറിയിട്ടുണ്ട്. എൻ്റെ കൃതി ശ്രദ്ധിക്കപ്പെടുക. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ ലോകത്തെ മറക്കുന്നതാണ്. ഞാൻ എന്നിൽ തന്നെ ചുരുങ്ങി നിൽക്കുകയാണ്. എന്നെ സ്നേഹിക്കൂ, എന്നെ മാത്രം എന്ന് പറഞ്ഞിട്ട് SL പുരത്തിൻ്റെ പഴയൊരു നാടകമുണ്ട്. ഞാൻ എന്നെ മാത്രമാണ് സ്നേഹിക്കുന്നത്. എൻ്റെ പ്രസിദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ആളുകളായി, PRO പണിയെടുക്കുന്ന ആളുകളായി
നിരൂപകരെ സങ്കല്പിക്കുന്നൊരു രീതി എങ്ങനെയോ നമ്മുടെ കേരളത്തിൽ ഉണ്ടായി വന്നിരിക്കുന്നു. ഇന്ത്യയിലെ മറ്റ് പ്രവിശ്യകളിൽ ഇങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കേരളത്തിൽ വന്ന പ്രധാനപ്പെട്ട മാറ്റം കവികൾ, കഥാകാരന്മാർ, നോവലിസ്റ്റുകൾ, വ്യക്തിപരമായി എന്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ പൊതുവേ ഇവർക്കുള്ള പബ്ലിസിറ്റി കൊടുക്കലാണ് നിരൂപകൻ്റെ പണി. ആ പണി ഏറ്റെടുക്കാത്ത ആളുകളൊക്കെ തന്നെ ഇല്ലാത്തവരാണ്, അവർ ചത്തുപോയി. അതുകൊണ്ട് നിരന്തരം പല മാധ്യമങ്ങളിലൂടെ നിരൂപണം ഇല്ല, നിരൂപകർ ചത്തുപോയി, നിരൂപണ വ്യവഹാരം നിലനിൽക്കുന്നില്ല എന്ന് പറയുന്ന ആളുകളുടെ എണ്ണം പ്രതിദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ 4 പേർ ഇവിടെ ഇരിക്കുന്നു, ഞങ്ങൾ ചത്ത മനുഷ്യരല്ല, പ്രേതങ്ങളല്ല, ഞങ്ങൾ അധ്വാനിക്കുന്നവരാണ്. ഇന്നലെയും ഞങ്ങൾ എഴുതിയിരുന്നു, നാളെയും എഴുതും. ആ നിലയ്ക്ക് പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഞാൻ ദീർഘമായി സംസാരിച്ചുകൂടാ. ഒന്ന് പറയട്ടെ, സാഹിത്യ വിമർശനം എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് അധികാരത്തിൻ്റെ ഒരു സംഗതിയല്ല. പണ്ട് ആളുകൾ ഇവിടെ മോഡറേറ്റ് പറഞ്ഞു, ചില പേരുകൾ പറഞ്ഞു, മുണ്ടശ്ശേരി എന്ന് പറഞ്ഞു. അവരൊക്കെ അധികാരം കാട്ടുന്ന ആളുകളാണ് ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. ഒരു എന്താണ്, നിഗ്രഹിക്കാനും അനുഗ്രഹിക്കാനൊക്കെ ശക്തിയുള്ള വലിയ അധികാര സ്ഥാപനങ്ങളായിട്ട് നിരൂപകന്മാരെ സങ്കല്പിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് രാജാധിപത്യത്തിൻ്റെ തുടർച്ചയായിട്ട് വന്നൊരു പ്രത്യേകതയാണ്. രാജാധിപത്യം തൊട്ട് മുമ്പുള്ളത്. ജനാധിപത്യത്തിൻ്റെ സംസ്കാരം പുലരുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ നിഗ്രഹാനുഗ്രഹ ശക്തികളുള്ള അതിരൂപങ്ങളായിട്ട് നമ്മൾ നിരൂപകരെ സങ്കല്പിക്കേണ്ട കാര്യമൊന്നുമില്ല. വായനക്കാരില്ലടത്തോളം കാലം നിരൂപണത്തിന് സ്ഥാനമുണ്ട്. ഒരു വായനക്കാരാണ് അടിസ്ഥാനപരമായിട്ട് നിരൂപകൻ എന്ന് പറഞ്ഞാൽ. നിരൂപകനെ സ്കാൻ ചെയ്ത് നോക്കിയാൽ കാണുന്നത് അധികാരമല്ല, വായന എന്ന അനുഭവമാണ്. വായനക്കാരുടെ ഒരു പ്രതിനിധി, അല്ല വായനക്കാരനായിട്ടുള്ള ഒരാൾ, അതാണ് എഴുതുന്ന വായനക്കാരെന്ന് പറയാം. എഴുതുന്ന വായന അങ്ങനെ ലളിതമായിട്ട് അങ്ങനെ നിർവചിക്കാം. എഴുതുന്ന വായനക്കാരനാണ് നിരൂപകൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ നിലക്ക് വായന ഉള്ളിടത്തോളം കാലം നിരൂപണം അവസാനിക്കുകയില്ല. പൊതുവെ കേരളത്തിൽ ഇപ്പോൾ ആളുകൾ പൊതുവെ ആഗ്രഹിക്കുന്നത് ഒരു ഫാസിസ്റ്റ് സ്വഭാവമുള്ളൊരു സമൂഹമായിട്ട് നമ്മൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് പ്രശംസയാണ്. ഹിറ്റ്ലർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വധമല്ലെന്ന് തോന്നുന്നു. ഹിറ്റ്ലർക്ക് ഏറ്റവും ഇഷ്ടം പ്രശംസയാണ്. പ്രശംസിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളെ നിരന്തരം തയ്യാറാക്കി നിർത്തുക എന്ന് പറയുന്നത് എല്ലാ ഹിറ്റ്ലർമാരും ആഗ്രഹിക്കുന്ന കാര്യമാണ്, ഒരു ഹിറ്റ്ലർ മാത്രമല്ല. അതുകൊണ്ട് എൻ്റെ പുസ്തകം കൂടുതൽ ചിലവാകണം, എനിക്ക് കൂടുതൽ അവാർഡുകളിലേക്ക് എനിക്ക് എത്തിച്ചേരണം, ഇങ്ങനെയുള്ള ആഗ്രഹമുള്ള ആളുകൾ ആണ് നിരൂപണം മരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. ഒന്ന് ഉറപ്പിച്ച് പറയാം, കൃതിയുടെ പല അർത്ഥങ്ങളിൽ ഒരർത്ഥം മാത്രമാണ് ഗ്രന്ഥകർത്താവിൻ്റെ അർത്ഥം. ഗ്രന്ഥകർത്താവിന് അർത്ഥത്തിൻ്റെ ജീവിതത്തിൽ സമ്പൂർണ്ണമായ എക്കാലത്തേക്കുമുള്ള ചിരകാലത്തേക്കുള്ള നിയന്ത്രണമില്ല. ഒരു കൃതിക്ക് ഒരുപാട് അർത്ഥങ്ങൾ സാധ്യമാണ്. കാരണം ഭാഷ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഭാഷ ഒരാളുടെ നിയന്ത്രണത്തിലല്ല, വാക്കുകൾ ഒരാളുടെ നിയന്ത്രണത്തിലല്ല. അതുകൊണ്ട് പലതരത്തിലുള്ള അർത്ഥങ്ങൾ ഏത് കൃതിക്കും ഉണ്ടാവും. കൃതിക്കെന്ന് മാത്രമല്ല, ഏത് ഭാഷാരൂപത്തിനും ഉണ്ടാവും. സാഹിത്യമെന്ന് നമ്മൾ വ്യവഹരിക്കാത്ത ഒരു നോട്ടീസിലെ വാക്യത്തിന്, ഒരു കല്യാണ കത്തിന് ഒക്കെ പല അർത്ഥങ്ങളുണ്ട് എന്ന് വരും. അപ്പോൾ അത് പാടില്ല എന്നും ഞാൻ വിചാരിക്കുന്ന അർത്ഥം മാത്രമാണ് എക്കാലത്തേക്കും എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും ഈ കൃതിക്ക് ഉണ്ടാവേണ്ടതെന്നുള്ള പിടിവാശിക്ക് അത് വെറും അബ്സേർഡായിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ ഒരു കൃതി ഭാഷാരൂപമാകയാൽ പലതരം അർത്ഥജീവിതങ്ങൾ അതിനുള്ളത് കൊണ്ട് നിരൂപണം എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. പ്രാഥമികമായിട്ട് പറയാൻ ഈ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. രാജശേഖരൻ തുടർന്ന് സംസാരിക്കും. ഓണമല്ലേ, ഈ സാഹിത്യത്തിൽ എന്നും ഈ ഒബിച്ചുറി റൈറ്റിംഗ് ഉണ്ട്. പണ്ടേ പറയും നോവൽ മരിച്ചു, കഥ മരിച്ചു, കവിത മരിച്ചു എന്നൊക്കെ പണ്ടേ പറയുന്ന. അത് അതിനോട് സ്നേഹമുള്ളതുകൊണ്ട് ആളുകൾ പറയുന്നത്. അത് മരിക്കരുത് എന്ന ആഗ്രഹം കൊണ്ടായിരിക്കും ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പറഞ്ഞത്. രണ്ടാമത്, ഈ വേണു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, സാഹിത്യത്തിൽ നിന്ന് അല്ല സാഹിത്യ നിരൂപണം ഉണ്ടായത്, സാഹിത്യ നിരൂപണത്തിൽ നിന്നാണ് സാഹിത്യം ഉണ്ടായത് എന്ന്. അത് വേറെ ചിലർ പറയുന്നത്, പണ്ട് സാഹിത്യ നിരൂപണം സാഹിത്യ ചരിത്രത്തിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, സാഹിത്യ നിരൂപണത്തിൻ്റെ ഭാഗം മാത്രമാണ് സാഹിത്യ ചരിത്രം പോലും. കാരണം ഈ ഒരു കൃതി ഉണ്ടാകുന്ന ആ പ്രക്രിയയിലേക്കുള്ള തിരിച്ചുപോക്കാണ് സാഹിത്യ നിരൂപണം. ഒരു നോവലിസ്റ്റ് ഒരു നോവൽ എഴുതുന്നു, അല്ലെങ്കിൽ ഒരു കവി ഒരു കവിത എഴുതുന്നു. നിരൂപകൻ ചെയ്യുന്നത് ആ കവിതയോ നോവലോ ഉണ്ടായ പ്രക്രിയയുണ്ടല്ലോ, ആ പ്രക്രിയയിലേക്കുള്ള ഒരു പ്രവേശനമാണ്. അത് നോവലിൻ്റെ പിന്നിലേക്കായി പോകുന്നത്. അപ്പോൾ നോവലിലേക്ക് അല്ലെങ്കിൽ ആ സർഗാത്മക സാഹിത്യകൃതിയിലേക്കുള്ള അതിൻ്റെ നിർമ്മാണ പ്രക്രിയയിലേക്കുള്ള ഒരു പ്രവേശത്തിലൂടെ അല്ലെങ്കിൽ പുനഃപ്രവേശനത്തിലൂടെ ഈ നിരൂപകൻ അതിൻ്റെ ക്രിയേറ്റർ ആവുന്നു. അയാൾ അതിനെ വ്യാഖ്യാനിക്കുന്നു, വിശദീകരിക്കുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് സാഹിത്യ നിരൂപണം നടക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് സാഹിത്യ നിരൂപണം സാഹിത്യത്തെ സൃഷ്ടിക്കുന്നത്. സാഹിത്യ നിരൂപണത്തിൽ നിന്ന് സാഹിത്യം ഉണ്ടായിത്തീരുന്നു എന്ന് വേണു പറഞ്ഞതിൻ്റെ വേറൊരു വ്യാഖ്യാനമാണ് ഞാൻ തന്നത്. രണ്ടാമത്, ഇപ്പോൾ രാജഗോപാൽ പറഞ്ഞൊരു കാര്യം, നമ്മുടെ ആളുകൾക്ക് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഇത്
കൃതികൾ സാഹിത്യ നിരൂപണം മരിച്ചു, ഇപ്പോൾ നിരൂപണം ഉണ്ടോ എന്നൊക്കെ ആളുകൾ ഇങ്ങനെ ചോദിക്കും. അതൊരു പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നതാണ്, നല്ലത് തന്നെ. അതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, രാജോല പറഞ്ഞത് തന്നെ. നിരൂപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൃതി ഉണ്ടായ ഉടനെ അതിനെ പഠിച്ച് ഈ കൃതിയുടെ അർത്ഥങ്ങൾ ഇതൊക്കെയാണ്, ഇത് നല്ലതാണ് എന്നൊക്കെ പറയുന്ന ഒരു പ്രക്രിയയായിരുന്നു. ഇത് പണ്ട് അങ്ങനെയായിരുന്നു. നമ്മുടെ നാട്ടിലെ ആദ്യകാലത്തെ ബുക്ക് റിവ്യൂകൾ, ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതുന്ന പോലെ പ്രശംസാവചനല്ല. ബുക്ക് റിവ്യൂകൾ പോലും വളരെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലൊക്കെ പണ്ട് വന്നിരുന്ന പുസ്തക നിരൂപണങ്ങൾ എന്ന് പറയുന്നത് ശരിക്ക് വലിയ പ്രകമ്പനങ്ങളുണ്ടാക്കിയിട്ടുള്ള നിരൂപണങ്ങളായിരുന്നു. അപ്പോൾ അതിനകത്ത് നല്ലത് ചീത്ത എന്നൊരു ഇക്വേഷനിലാണ് നമ്മളതിനെ കണ്ടിരുന്നത്. പക്ഷേ സാഹിത്യ നിരൂപണത്തിൻ്റെ ധർമ്മം മാറി, സാഹിത്യ നിരൂപണം എഴുതുന്ന രീതി മാറി, അത് കൂടുതൽ സൈദ്ധാന്തികമായി. അങ്ങനെ വന്നപ്പോൾ ഈ നല്ലത് ചീത്ത പറയലല്ല. എനിക്കിപ്പോൾ നല്ലതൊന്നും തോന്നാത്ത ഒരു കൃതിയെക്കുറിച്ച് ഞാനൊന്നും പറയാനേ പോകുന്നില്ല. അതെൻ്റെ നിരൂപണം, ഞാൻ അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. എനിക്ക് നല്ലത് പറയാനുള്ളതാണെങ്കിൽ ഞാനത് എടുക്കുകയും അതിനെ അനലൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നു. ഇനി ഇത് മോശമാണ്, ഒരാളിൻ്റെ നോവൽ മോശമാണെന്ന് എഴുതാൻ വേണ്ടി ഞാൻ എന്തിനാണ് ഈ കടലാസും ഒരു പുസ്തകത്തിലെ സ്ഥലവും ഒരു മാസികയുടെ സ്ഥലവും ചിലവാക്കേണ്ട കാര്യമില്ല. അത് മോശം കൃതിയായിട്ട് ഞാനങ്ങ് കളയുന്നതേ ഉള്ളൂ. മൂന്നാമത് ഒരു പ്രശ്നം വേണു ഉന്നയിച്ചത്, ഇത് സൈദ്ധാന്തികമായതോടുകൂടി പ്രത്യേകിച്ചും അക്കാദമിക് താല്പര്യങ്ങൾ വരികയും കോളേജ് അധ്യാപകർ അവരുടെ ഇതിൻ്റെ ശമ്പളം കിട്ടുന്നതിന് വേണ്ടി ഈ ഇൻഡെക്സ് മാർക്കിന് വേണ്ടി പ്രബന്ധം എഴുതിയേ പറ്റൂ അല്ലേ, 5-6 പ്രബന്ധം ചമയ്ക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ റിസർച്ച് ജേണലിൽ തന്നെ വേണം. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അവർ നിർബന്ധിക്കപ്പെട്ടു പോയി, അവരെ കുറ്റം പറയരുത്. അപ്പോൾ ഈ പ്രബന്ധത്തിന് ഇംഗ്ലീഷുകാരുണ്ടാക്കിയ ചിട്ടവട്ടങ്ങൾ, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾക്കറിയാം ഇവിടെ ഇരിക്കുന്നവർക്കല്ല, ഒരു കാര്യവും നമ്മൾ പറയാൻ പാടില്ല, ആരെങ്കിലും പറയണം. അപ്പം നമുക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റൂല. ഗവേഷണ പ്രബന്ധം കണ്ടിട്ടുണ്ടോ? കൊട്ടേഷൻ സംഘമാണ്, 10 പേജ് ലേഖനത്തിന് 2000 കൊട്ടേഷൻ. അപ്പം ഞാൻ എൻ്റെ PhD ചെയ്ത ആളാണ്, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് PhD ചെയ്തവരാണ്. അപ്പോൾ ഞാൻ എൻ്റെ PhD കിട്ടിയ ദിവസം തട്ടുപുറത്തെറിഞ്ഞു തീസിസ്. കാരണം അതിനകത്ത് ഞാൻ എഴുതിയത് ഏത് വേറെ ആരെങ്കിലും പറഞ്ഞതെന്ന് എനിക്കൊരു പിടിയില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാം ഉദ്ധരിച്ചുകൊണ്ടിരിക്കണം. വേറെ ആരെങ്കിലും പറയുന്നത് ഏറ്റുപറച്ചിലാണ് നമ്മുടെ ജോലി എന്ന് അങ്ങനെ വന്നതുകൊണ്ട് അത് കുറച്ച് വായനക്കാരെ അകറ്റിയിട്ടുണ്ട്, അത് സത്യമാണ്. പക്ഷേ സൈദ്ധാന്തികമല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു കൃതിയെ വ്യാഖ്യാനിക്കാൻ നമ്മളൊരു മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. അത് ഞാൻ സ്വീകരിച്ച മെത്തേഡ് എന്ത് തരത്തിലുള്ള മെത്തേഡുമാകാം. അതുകൊണ്ട് സാഹിത്യ നിരൂപണത്തിൽ നിന്ന് സൈദ്ധാന്തികതയെ ഒഴിവാക്കിയാൽ സംഭവിക്കുന്ന പ്രശ്നം കേവലാസ്വാദനത്തിൻ്റെ തലത്തിലേക്ക് അത് താഴുകയും വെറും നമ്മുടെ വൈകാരിക അനുഭൂതി, ഒരു പുസ്തകം വായിച്ചത് ലോകത്തെ ഏറ്റവും മഹത്തായ പുസ്തകം എന്നൊക്കെ ചുമ്മാ അങ്ങ് പറയുമല്ലോ, ആന്തരിക അനുഭൂതിയാണ്, അതാണ് ഇതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്ന കേവലാസ്വാദനത്തിൻ്റെ തലത്തിലേക്ക് അത് മാറിപ്പോകും. സ്വാഭാവികമായിട്ടും വ്യാഖ്യാനത്തിന്, വിശദീകരണത്തിന് ശാസ്ത്രീയമായ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സിസ്റ്റം ഓഫ് തോട്ട് അതിനകത്ത് എപ്പോഴും ഉണ്ടായിരിക്കും. അതാണ് സൈദ്ധാന്തികതയുടെ ഒരടിസ്ഥാനം. അങ്ങനെ സിദ്ധാന്തത്തെ തള്ളിക്കളയേണ്ടതില്ല എന്നാണ് ഞാൻ വാദിച്ചത്. ഇന്ന് ആൻറ്റി തിയറി മൂവ്മെൻറ്റ് വളരെ ശക്തമാണ്. അതുകൊണ്ട് ഞാനൊരു സിദ്ധാന്തവാദിയൊന്നും അല്ല. പ്രിയപ്പെട്ടവരെ, ഹോർത്തൂസ് പോലൊരു സാഹിത്യോത്സവത്തിൻ്റെ ഭാഗമായി നിരൂപണവും ചർച്ച ചെയ്യപ്പെടുന്നു എന്നത് തന്നെ വളരെ ആഹ്ലാദകരമായൊരു കാര്യമാണ്. ഇവിടെ മുതിർന്ന 2 സുഹൃത്ത് നിരൂപകർ സൂചിപ്പിച്ചതുപോലെ നിരൂപണം മരിച്ചു കഴിഞ്ഞിരുന്നു എങ്കിൽ ഇങ്ങനെ ഒരു സെഷൻ പോലും ഇവിടെ ഉണ്ടാകില്ലായിരുന്നു. അതിന് ഇത്രയധികം ശ്രോതാക്കളും ശ്രദ്ധാലുക്കളായ താല്പര്യപൂർവ്വം സ്വന്തം തീരുമാനപ്രകാരം ഇവിടെ വന്നു ചേർന്ന തങ്ങളുടെ വിലപ്പെട്ട സമയം ഇവിടെ ഈ വേദിക്ക് മുന്നിൽ ചിലവഴിക്കാമെന്ന് തീരുമാനിച്ച ശ്രോതാക്കളും ഉണ്ടാകില്ലായിരുന്നു. അതുകൊണ്ട് മലയാള നിരൂപണം ഇപ്പോഴും സജീവമായി തന്നെ തുടരുന്നു എന്ന ദൃഢബോധ്യത്തോടു കൂടിയാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കാരണം നിരൂപണം ഇല്ലാതാവുക എന്നാൽ ഇത് വളരെ മ്ലാനമായ ഒരു ടൈറ്റിലാണ് ഒരർത്ഥത്തിൽ, ഒരുപക്ഷെ വളരെ ക്രൂരമായ ഒരു ടൈറ്റിലുമാണ് നിരൂപണത്തിൻ്റെ മരണം എന്നത്. ആദ്യം അത് നിരൂപകൻ്റെ മരണമെന്നായിരുന്നു, അത് പിന്നീടൊന്ന് ഭേദഗതിക്ക് വിധേയമായാണ് നിരൂപണത്തിൻ്റെ മരണമായി മാറിയത്. ഇതിന് 2 മുൻമാതൃകകളെങ്കിലും ഉണ്ടാവും. ഒരുപക്ഷെ അതിൻ്റെ ഒരു പാരഡിയായിട്ടാണ് ഈ ശീർഷകം, ഈ വിഷയം രൂപപ്പെട്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിലൊന്ന് നമുക്കറിയാവുന്ന നീഷയുടെ വളരെ പ്രസിദ്ധമായ പ്രഖ്യാപനമുണ്ടല്ലോ, ദൈവത്തിൻ്റെ മരണം. അതിന് പിന്നാലെ 60കളിലാണ് റൊളാങ് ബാർത്തിൻ്റെ എഴുത്തുകാരൻ്റെ മരണം എന്ന സങ്കല്പനം സാഹിത്യ ചർച്ചകളുടെ ഭാഗമായി, ആലോചനകളുടെ ഭാഗമായി മാറുന്നു. ഈ 2ൻ്റെയും ഒരു പാരഡിയാവണം ഒരുപക്ഷെ നിരൂപണത്തിൻ്റെ മരണം, അതിൻ്റെ ഒരു എക്കോയാണ്. പക്ഷേ നീഷയുടെ കാര്യത്തിൽ ദൈവത്തിൻ്റെ മരണവും എഴുത്തുകാരൻ്റെ മരണവും
ഒരുതരം വിപുലീകരണത്തിലേക്കാണ് നയിച്ചത്. ദൈവത്തിൻ്റെ മരണം മനുഷ്യൻ്റെ അനന്തമായ അപരിമേയമായ സാധ്യതകളിലേക്കുള്ള ഒരു തുറവിയായാണ് നീഷെ കണ്ടതെന്ന് നമുക്കറിയാം. അതുപോലെ എഴുത്തുകാരൻ്റെ മരണം അനന്തമായ പാരായണ സാധ്യതകളിലേക്ക് ഇവിടെ രാജഗോപാൽ മാഷ് സൂചിപ്പിച്ചതുപോലെ എഴുത്തുകാരൻ്റെ ഇൻറ്റൻഷൻ, ഉദ്ദേശ്യം എന്നതിനെ മാറ്റി നിർത്തിക്കൊണ്ട് കൃതിയെ അനന്തമായ അർത്ഥസാധ്യതകളിലേക്ക്, അർത്ഥസമൃദ്ധിയിലേക്ക് നയിക്കാനുള്ള വായനാ സാധ്യതകളാണ്, വായനയുടെ വിപുലീകരണമാണ് ഒരുപക്ഷെ എഴുത്തുകാരൻ്റെ മരണം എന്ന ബാർത്തിൻ്റെ സങ്കല്പത്തിലൂടെ സാധിച്ചത്. അതുപോലെ നിരൂപകൻ്റെ മരണം കൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല. സാഹിത്യം എന്ന വ്യവഹാരത്തിൻ്റെ തന്നെ നിശ്ചലതയിലേക്കാണ്, ജഡാവസ്ഥയിലേക്കാണ്, സ്തംഭനത്തിലേക്കാണ് ഒരുപക്ഷെ നിരൂപണത്തിൻ്റെ മരണം നമ്മെ നയിക്കുക. കാരണം സാഹിത്യത്തെ സാധ്യമാക്കുകയും നിലനിർത്തുകയും ചലനാത്മകമാക്കുകയും അതിൽ നിന്ന് അർത്ഥാന്തരങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന സാഹിത്യം എന്ന വ്യവഹാര മേഖലയുടെ ഒരു അനിവാര്യാംശം തന്നെയാണ് നിരൂപണം. കാരണം എക്കാലത്തും അതുണ്ടായിരുന്നു. സാഹിത്യമുണ്ടായിരുന്ന കാലം മുതൽ തന്നെ സാഹിത്യ നിരൂപണവും ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് സാഹിത്യത്തെ മുൻനിർത്തി പറയുകയാണെങ്കിൽ ഷേക്സ്പിയറുടെ പിന്നാലെ തന്നെ ഡോക്ടർ ജോൺസനെ പോലെയുള്ള ഒരു നിരൂപകനും ഇംഗ്ലീഷ് സാഹിത്യത്തിൻ്റെ ഭാഗമായി മാറുന്നുണ്ട്, ഒരു നായകനായി മാറുന്നുണ്ട്, ഒരു സാഹിത്യ നായകനായി മാറുന്നുണ്ട് ഡോക്ടർ ജോൺസനെ പോലെ ഒരു നിരൂപകൻ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ. മലയാള സാഹിത്യത്തിൽ സാഹിത്യ നായകന്മാരായിരുന്നു നമ്മുടെ നിരൂപകർ. മുണ്ടശ്ശേരി മാഷ് അങ്ങനെയായിരുന്നു, സുകുമാർ അഴീക്കോട് അങ്ങനെയായിരുന്നു, എം.എൻ. വിജയൻ അങ്ങനെയായിരുന്നു, കെ.പി. അപ്പൻ അങ്ങനെയായിരുന്നു. ഒരുപക്ഷെ ഈ ചോദ്യത്തെ സംഗതമാക്കുന്ന ഒരു സാഹചര്യം, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ 4 പേരിൽ ആരും വലിയ നായകന്മാരല്ല, സാഹിത്യ നായകന്മാരോ സാഹിത്യത്തിലെ താരങ്ങളോ അല്ല. അതുകൊണ്ട് നിരൂപണം അപ്രസക്തമായി, അപ്രത്യക്ഷമായി എന്ന ഒരു വിചാരമാകാം ഇതുപോലൊരു ചർച്ചാ വിഷയത്തിലേക്ക് നയിച്ചിട്ടുണ്ടാവുക. ഈ ഇരിക്കുന്ന ആരും അല്ലേ, മലയാള നിരൂപണത്തെ ഒരുപക്ഷെ എൻ്റെ കാലയളവിലോളം എത്തിച്ചു തന്ന, ദീപശിഖ കൈമാറി തന്ന, 80കൾ മുതൽ ഇന്നോളം മലയാള നിരൂപണത്തെ സജീവമായി നിലനിർത്തുന്ന 3 മുതിർന്ന നിരൂപകരാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ അവരാരും താരങ്ങളല്ല, അവർക്ക് താരപരിവേഷമില്ല. അത് കെ.പി. അപ്പനുണ്ടായിരുന്നു, അത് സുകുമാർ അഴീക്കോടിനുണ്ടായിരുന്നു, അത് മുണ്ടശ്ശേരി മാഷിനുണ്ടായിരുന്നു, അത് സാനു മാഷിനുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള താരനിരൂപകരുടെ അഭാവമായിരിക്കാം ഇപ്പോൾ മലയാള നിരൂപണത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു മാറ്റം. അത് വലിയൊരു മാറ്റമൊന്നുമല്ല. കാരണം അതിൽ പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഈ പേര് പറഞ്ഞ കെ.പി. അപ്പൻ ഒഴികെ ഇവിടെ പേര് പറഞ്ഞ എല്ലാ നിരൂപകരും വലിയ പ്രഭാഷകരായിരുന്നു. പ്രഭാഷണ കലയിലൂടെ കൂടി ജനകീയത, ജനപ്രീതി ഉറപ്പുവരുത്തിയ എഴുത്തുകാരായിരുന്നു. സുകുമാർ അഴീക്കോടാകട്ടെ, മുണ്ടശ്ശേരി മാഷാകട്ടെ, സാനു മാഷാകട്ടെ, ഇങ്ങനെയുള്ള എം.എൻ. വിജയൻ മാഷാകട്ടെ, ഈ നിരൂപകരെല്ലാം പ്രഭാഷകർ കൂടിയായിരുന്നു. ഞാൻ ഈ അടുത്ത ദിവസങ്ങൾ മുണ്ടശ്ശേരി മാഷിൻ്റെ പഴയ ചില ലേഖനങ്ങൾ വീണ്ടും വായിച്ചു. മുണ്ടശ്ശേരി മാഷിനെ വായിക്കുമ്പോൾ നമ്മളൊരു പ്രഭാഷണം ഇങ്ങനെ കേൾക്കുകയാണ്. പ്രഭാഷണ ഭാഷയിൽ എഴുതപ്പെട്ട നിരൂപണ ലേഖനങ്ങൾ കൂടിയായിരുന്നു മുണ്ടശ്ശേരി മാഷിൻ്റേത്. ഒരുപക്ഷെ അവസാന കാലത്ത് എം.എൻ. വിജയൻ മാഷിൻ്റെ ലേഖനങ്ങൾക്ക് ഈ പ്രഭാഷണ സ്വഭാവമുണ്ട്. നിശ്ചയമായും സുകുമാർ അഴീക്കോടിൻ്റെ ഗദ്യത്തിന് ഒരു പ്രഭാഷണ സ്വഭാവമുണ്ട്. വായനക്കാരെയല്ല, വലിയൊരു ഓഡിയൻസിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവരെല്ലാം പലപ്പോഴും എഴുതിക്കൊണ്ടിരുന്നത്. അത്തരത്തിലുള്ള ജനപ്രീതിയുടെ, ജനകീയതയുടെ ആനുകൂല്യങ്ങളില്ലാത്ത നിരൂപകരാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങൾ സിദ്ധാന്തത്തെ ആശ്രയിക്കാതെ കൃതിയുമായിട്ട് നേരിട്ട് സംവദിക്കുക, കൃതിയെ വ്യാഖ്യാനിക്കുക, വിശദീകരിക്കുക, കൃതിയുടെ സൗന്ദര്യ രഹസ്യങ്ങളിലേക്ക് വായനക്കാരെ എത്തിക്കുക എന്നത് മാത്രം നിരൂപകൻ്റെ ദൗത്യമായി ഏറ്റെടുത്ത ഏതാനും ചിലരാണ്. ഞങ്ങൾ മാത്രമല്ല, വേറെയും നിരൂപകരുണ്ട്. ഇപ്പോഴും മലയാളത്തിൽ മറ്റ് നിരൂപകരും വളരെ സജീവമായി ഈ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നു. ഞാനൊരു സിദ്ധാന്ത വിരോധിയൊന്നുമല്ല, പക്ഷേ സിദ്ധാന്തം പലപ്പോഴും വളരെയധികം പുല്ല് തിന്ന് വളരെ കുറച്ച് മാത്രം പാല് ചുരത്തുന്ന ഒരു മൃഗമാണ് സിദ്ധാന്തം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. നമ്മുടെ ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ള സിദ്ധാന്ത നിരൂപണങ്ങളിൽ അധികവും സിദ്ധാന്ത സ്ഥാപനത്തിന് വേണ്ടി ചിലവഴിക്കുന്ന വമ്പിച്ച ഇടത്തെ അപ്രസക്തമാക്കിക്കൊണ്ട് ചില ചെറിയ കണ്ടെത്തലുകളിലേക്കാണ് ഈ ലേഖകനെ നയിക്കുക എന്ന ഒരു വസ്തുതയുണ്ട്. വലിയ സൈദ്ധാന്തിക സന്നാഹങ്ങളോടുകൂടി പുറപ്പെട്ടിട്ട് വളരെ നിസ്സാരമെന്നോ തുച്ഛമെന്നോ തോന്നുന്ന ചില വായനകൾ, ചില നിരീക്ഷണങ്ങൾ നടത്തി പിൻവാങ്ങുന്ന കാഴ്ചയാണ് നമ്മുടെ ഭാഷയിൽ ഇപ്പോഴും എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്ന സിദ്ധാന്ത നിരൂപണത്തിൻ്റെ ഒരു വിപര്യം. മറ്റൊന്ന്, എനിക്ക് നിരൂപകൻ എന്ന നിലയിൽ ഒരു ചീത്തപ്പേര് സമ്മാനിച്ചിട്ടുള്ള ഒരു സംഗതി ഒരുപക്ഷെ എൻ്റെ ജോലിയാണ്. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഞാനും ഒരു കോളേജ് അധ്യാപകനാണ്. അതുകൊണ്ട്
കോളേജ് അധ്യാപകനായതുകൊണ്ട് മാത്രം നിരൂപകരായവരുടെ ശ്രേണിയിൽ എന്നെയും ചിലരെങ്കിലും ഉൾപ്പെടുത്തി കാണുന്നുണ്ടാവാം ഒരുപക്ഷെ എന്ന് ഞാൻ ആശങ്കിക്കാറുണ്ട്. പക്ഷേ ഞാൻ സത്യസന്ധമായി പറയട്ടെ, എൻ്റെ ജോലിയുടെ ഭാഗമേ അല്ല എൻ്റെ നിരൂപക വൃത്തി. അതെൻ്റെ സാഹിത്യത്തോടുള്ള, കവിതയോടുള്ള ഏതെല്ലാം എഴുത്തുരൂപങ്ങളുണ്ടോ ആ എഴുത്തുരൂപങ്ങളോടെല്ലാമുള്ള ആസക്തിയുടെ അഭിനിവേശത്തിൻ്റെ ഒരു പ്രകാശനം മാത്രമാണ് എൻ്റെ നിരൂപക വൃത്തി. അതെൻ്റെ ജോലിയുടെ ഭാഗമേ അല്ല. ഞാനൊരു ഭാഷാധ്യാപകനാണെങ്കിലും മലയാള ഭാഷ പഠിപ്പിക്കുന്ന, സാഹിത്യം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനല്ല. അതുകൊണ്ട് ഈ നിരൂപണം കൊണ്ട് എനിക്ക് ജോലി സംബന്ധമായിട്ട് യാതൊരുവിധ നേട്ടങ്ങളും സാധ്യമല്ല. പിന്നെ മറ്റൊന്ന്, നിരൂപണത്തിൽ നിന്ന് വായനക്കാർ അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ സൈദ്ധാന്തിക നിരൂപണത്തിലെ ഭാഷയാണ്. വളരെ ജഡിലമായ, ദുർഗ്രഹമായ, വായനക്കാരെ അകറ്റിക്കളയുന്ന വിരസമായ ഗദ്യം ഉപയോഗിക്കുന്നു പലപ്പോഴും അധ്യാപകരായ നിരൂപകർ. അല്ലെങ്കിൽ അധ്യാപനത്തിൻ്റെ നീട്ടലായി മാത്രം നിരൂപണ വൃത്തിയെ കാണുന്ന, അതിനെ ഒരു അനുഭൂതി വിനിമയമായി, ഒരു സൗന്ദര്യ വിനിമയമായി കാണാത്ത എഴുത്തുകാർ നിരൂപണ ഗദ്യത്തെ വളരെ ജഡമാക്കി, വളരെ വിരസമാക്കി മാറ്റിയിട്ടുണ്ട്. നമ്മളിവിടെ പേര് സൂചിപ്പിച്ച ഓരോ നിരൂപകനും ഒരു മികച്ച ഗദ്യകാരൻ കൂടിയായിരുന്നു. സ്വന്തമായൊരു നിരൂപണ ഭാഷയുള്ളവരായിരുന്നു മലയാളത്തിലെ എല്ലാ മികച്ച നിരൂപകരും. അതൊരു പക്ഷേ KP അപ്പൻ്റെ ഭാഷ പോലെ അലങ്കാര ജടിലമാവണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സുതാര്യമായൊരു ഗദ്യം, വിനിമയക്ഷമമായൊരു ഗദ്യം, നല്ല മലയാളം എഴുതാൻ ബാധ്യസ്ഥനാണ്. നല്ല മലയാളം സൃഷ്ടിക്കാൻ, ഒരു തനത് മലയാളം സൃഷ്ടിക്കാനും ബാധ്യസ്ഥനാണ് നിരൂപകൻ അഥവാ നിരൂപക. അത് സംഭവിക്കാതെ വരുമ്പോഴാണ് നിരൂപണം വളരെ ജഡിലവും ദുർഗ്രഹവുമായ ഏതോ അപ്രാപ്യമായ ഒരു കോട്ട എന്ന്, ഒരു കോട്ട പോലെ വായനക്കാർക്ക് തോന്നുക. അവർ അതിൽ നിന്ന് അകന്ന് മാറുക. ഇനിയും മറ്റു പല കാര്യങ്ങളും ചർച്ച ചെയ്യാനാണ്. അതുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. നമുക്ക് വേദിയിലിരിക്കുന്നതിനേക്കാൾ മികച്ച വിമർശകർ ഇവിടെ സദസ്സിലൊക്കെ ഇരിപ്പുണ്ട്. അവർക്കും ഈ സംവാദത്തെ സമ്പന്നമാക്കാൻ ഇടപെടാവുന്നതാണ്. അതിനു മുമ്പ് നിങ്ങൾ കൂടുതൽ പറയാനുള്ള ചെറിയ രീതിയിൽ ഇതിനെ കൂട്ടിച്ചേർക്കാൻ ഇവരെ. പ്രിയപ്പെട്ടവരെ, ഇത്രയും ആളുകൾ ഇവിടെ കൂടിയിരിക്കുന്നു എന്നുള്ളത് ഈ തണലുള്ളത് കൊണ്ട് മാത്രമായിരിക്കില്ല ഞാൻ വിചാരിക്കുന്നു. അത് ഞങ്ങളെപ്പോലുള്ള ആളുകളെ തുടർന്നും ഈ രംഗത്ത് പ്രവർത്തിക്കാൻ വലിയ നിലയ്ക്ക് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ദൃശ്യം ഞാൻ മനസ്സുകൊണ്ട് ഫോട്ടോ എടുത്ത് സൂക്ഷിക്കുന്നുണ്ട്. കുറേ കാലത്തേക്ക് ഇത് മറക്കില്ല. നമുക്ക് വലിയൊരു ഊർജ്ജമായിട്ട് ഈ സാന്നിധ്യം, പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. നേരിട്ട് അറിയുന്ന വലിയ എഴുത്തുകാരുണ്ട്, അല്ലാത്തവരുണ്ട്, പിന്നെ ആദ്യമായിട്ട് ഒരുപക്ഷെ നിരൂപണത്തെക്കുറിച്ചുള്ള സെഷനിൽ പങ്കെടുക്കുന്നവരുണ്ടാവാം. അപ്പോൾ അത് വലിയ സന്തോഷമാണ്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ എന്നുള്ള വാക്ക് ഞാൻ വളരെ വിനയത്തോടെ ഉപയോഗിക്കട്ടെ. ഞാൻ നിരൂപണത്തിൽ പ്രവർത്തിക്കുന്നത് സാഹിത്യ പ്രോത്സാഹനത്തിനോ ചില എഴുത്തുകാരെ വളർത്താനൊന്നും അല്ല. അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നുണ്ടോ സന്തോഷം തന്നെ. എനിക്ക് ലോകത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു നോവലിസ്റ്റിന് ലോകത്തെക്കുറിച്ച് പറയാനുള്ള താല്പര്യം പോലെ, ഒരു കവിക്ക് ലോകത്തെക്കുറിച്ച് പറയാനുള്ള താല്പര്യം പോലെ, ലോകം എന്ന് പറഞ്ഞാൽ ഭാഷയും എല്ലാ വ്യവഹാരങ്ങളും ഉൾപ്പെടുത്ത വലിയൊരു വാക്കാണ്. ഒരു മോളിക്യുലാർ കൺസെപ്റ്റ് എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ ലോകം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അതിനെക്കുറിച്ച് പറയാൻ താല്പര്യമുണ്ട്. ഈ ജീവിതത്തെക്കുറിച്ച് പറയാൻ താല്പര്യമുണ്ട്. അതിനുവേണ്ടി ഞാൻ ആശ്രയിക്കുന്ന ഒരു സാഹിത്യ മാധ്യമമാണ് നിരൂപണം. ഞാൻ കവിത എഴുതുന്ന ആളല്ല, നോവൽ എഴുതുന്ന ആളല്ല. എനിക്ക് എഴുതാൻ പറ്റുന്നത് നിരൂപണമാണ്. ഈ നിരൂപണത്തിലൂടെ ഞാനൊരു പ്രത്യേക കൃതിയെ അല്ലെങ്കിൽ ഒരു പ്രത്യേക കർത്താവിനെ മാത്രമല്ല നോക്കുന്നത്. അവരെ കുമാരനാശാൻ എനിക്ക് പരിചയമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ കൃതികളാണ് പരിചയം. അപ്പോൾ കൃതികളില്ലാത്ത വാദ്യത്തെക്കുറിച്ച് KC നാരായണൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം വാദ്യത്തെക്കുറിച്ച് എഴുതുന്ന സമയത്ത് ആ വാദ്യകാരനെക്കുറിച്ച് അദ്ദേഹം അത്ര കൺസേൺഡ് അല്ല. ആ വാദ്യം കേരളത്തിൻ്റെ പ്രകൃതിയിൽ, കേരളത്തിൻ്റെ വായുമണ്ഡലത്തിൽ, കേരളത്തിൻ്റെ കേൾവി സംസ്കാരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നാണ് KC അന്വേഷിക്കുന്നുണ്ടാവുക. അപ്പോൾ അതുപോലെ ജീവിതത്തെക്കുറിച്ച് പല കാര്യങ്ങളും പറയാനുള്ള ആഗ്രഹം ഉണ്ടാകുമ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാര്യം മാത്രമാണ് സാഹിത്യകൃതി. അല്ലാതെ PP രാമേന്ദ്രൻ്റെ കവിതയെക്കുറിച്ച് ഞാൻ പല സന്ദർഭങ്ങൾ എഴുതിയിട്ടുണ്ട്, ഇനിയും എഴുതും. അത് PP എൻ്റെ സുഹൃത്ത് എന്നുള്ള നിലക്ക് ഒരു പരിഗണന ഞാൻ കൊടുക്കുന്നില്ല. PP അർത്ഥം, അതിൻ്റെ പല അർത്ഥങ്ങൾ ഒരർത്ഥമാണ്. അത് EP വായിക്കുമ്പോൾ വേറെ ഒന്നായിരിക്കും. അത് PP വിരോധം ഉണ്ടാവേണ്ട കാര്യമില്ല. അങ്ങനെയാണ് ഈ PP രണ്ട് മനുഷ്യരാണ്, രണ്ട് സ്ഥലങ്ങളിൽ, രണ്ട് സോഷ്യൽ മില്യൂവിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ഒരേ പ്രായക്കാരാണെങ്കിലും. അപ്പോൾ അങ്ങനെ ലോകത്തെക്കുറിച്ച് പറയാനുള്ള ഒരു മാധ്യമം എന്നുള്ള നിലക്കാണ് വാസ്തവത്തിൽ എന്നെപ്പോലുള്ള പലരും സാഹിത്യ നിരൂപണത്തെ, അല്ലെങ്കിൽ സാഹിത്യത്തെ പിന്നാക്കുക, എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് സ്ഥാനം ഒഴിച്ചു കൊടുക്കുക, അവാർഡ് കമ്മിറ്റിയുടെ ശ്രദ്ധയിലേക്ക് എഴുത്തുകാരെ കൊണ്ടുവരിക, ഇങ്ങനെ തുച്ഛമായ ഒരു ലക്ഷ്യവും സാഹിത്യ നിരൂപണത്തിനില്ല. ലോകത്തെക്കുറിച്ച് പറയണം, അതിനുവേണ്ടി ഞങ്ങൾ ഈ മാധ്യമം ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. പൊതുവെ ഇപ്പം തന്നെ ഒരു പ്രതിയെ കിട്ടിയിട്ടുണ്ടല്ലോ, സിദ്ധാന്തമാണ് മുഖ്യപ്രതി എന്ന്. സത്യത്തിൽ സാഹിത്യ നിരൂപണം
വളരെ കുറച്ചാണ് എല്ലാ കാലവും ആളുകൾ വായിച്ചിരുന്നത്. സാഹിത്യ നിരൂപകരുടെ എണ്ണവും വളരെ കുറവായിരുന്നു എന്നും സാഹിത്യത്തിൽ. അപ്പോൾ സാഹിത്യ നിരൂപണം വളരെ കുറച്ചേ ആളുകൾ വായിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇഫക്റ്റ് വളരെ വലുതാണ്. കാരണം വായനക്കാർ എന്ന് പറഞ്ഞ സമൂഹം മുഴുവൻ കൃതികളെക്കുറിച്ച് ഒരഭിപ്രായ രൂപീകരണം നടത്തുന്നത്, ഒരു വിലയിരുത്തൽ നടത്തുന്നത് ഈ നിരൂപകരുടെ അഭിപ്രായത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. അതാണ് സാഹിത്യ നിരൂപണത്തിന് ശക്തി ഉണ്ടാക്കുന്നത്. അതിലാളെണ്ണം കുറവാണെങ്കിലും വായനക്കാരുടെ എണ്ണം കുറവാണെങ്കിലും അതിന് വലിയ ശക്തി സാഹിത്യത്തിൽ നിലനിൽക്കാൻ കാരണം അത് മൂല്യനിർദ്ധാരണം നടത്തുന്നു. മൂല്യനിർദ്ധാരണത്തിന് ഒരു തീരുമാനമെടുക്കാൻ അനേകായിരം വായനക്കാരെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈ മൂല്യനിർദ്ധാരണം നടത്തണമെങ്കിൽ മൂല്യനിർദ്ധാരണം, ആസ്വാദനം, വ്യാഖ്യാനം, വിശദീകരണം ഇതൊക്കെ നടത്തണമെങ്കിലും അതിലൊരു സൈദ്ധാന്തികമായ നിലപാട് വേണം. അത് ഏത് സിദ്ധാന്തം എന്നുള്ളതല്ല, ആ സൈദ്ധാന്തികമായ നിലപാട് ചിലപ്പോൾ ആ സാഹിത്യകൃതിക്ക് പുറത്തുള്ള മറ്റൊരു വ്യവഹാരമണ്ഡലവുമായി ബന്ധപ്പെട്ട്, ഒരു വിജ്ഞാനശാഖയുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കാം ഒരു കൃതിയെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കും. ഞാൻ MT വാസുദേവൻ നായരുടെ വളർത്തുമൃഗങ്ങൾ എന്ന് പറഞ്ഞ കഥയെ മാത്തമാറ്റിക്സിലെ സിദ്ധാന്തങ്ങൾ പയ്യെക്കുറിച്ചുള്ള സിദ്ധാന്തം, വൃത്തപരിധിയെക്കുറിച്ചുള്ള, വ്യാസാർത്ഥത്തെക്കുറിച്ചുള്ള മാത്തമാറ്റിക്കൽ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ കഥയെ വായിച്ചത്. ആ കഥയെ വായിക്കാൻ അതൊരു ടൂളായി, ഒരു ക്രിട്ടിക്കൽ ടൂളായിട്ട് ഉപയോഗിക്കാം എന്നുള്ള എൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതാണ് എൻ്റെ സൈദ്ധാന്തികമായ അടിത്തറ. രണ്ടാമത് ഇതിലെ ജഡഭാഷ എന്ന് പറയുന്നത് സിദ്ധാന്തത്തിൽ മാത്രമല്ല. ഈ സജയ് പറഞ്ഞ സത്യമാണ്. ആളുകളെ വെറുപ്പിക്കുന്ന ഒരു ഭാഷയിൽ എഴുതുന്നത് ഈ സിദ്ധാന്തം മനസ്സിലാകാത്തത് കൊണ്ടാണ്. പാശ്ചാത്യമായ സിദ്ധാന്തങ്ങളെ മുണ്ടശ്ശേരിയും പാശ്ചാത്യ സിദ്ധാന്തം നന്നായിട്ട് ഉപയോഗിച്ചിരുന്നു. കുട്ടേഷമാരാർക്ക് പാശ്ചാത്യ സിദ്ധാന്തം ഇംഗ്ലീഷ് പഠിച്ചില്ലെങ്കിലും അതിനെക്കുറിച്ച് ധാരണകളുണ്ടായിരുന്നു. അദ്ദേഹം അത് മറ്റു പലരിലും ചോദിച്ചുകൂടി മനസ്സിലാക്കിയ ആളുകളാണ്. പിന്നെ ഇംഗ്ലീഷ് പ്രചരിക്കുന്നതിന് മുമ്പ് നമ്മുടെ പല നിരൂപകരും സംസ്കൃതത്തിലെ സിദ്ധാന്തങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചത്. പക്ഷേ അവർക്ക് നല്ല മലയാളം എഴുതാൻ അറിയാമായിരുന്നു, കുറേ കൂടെ നന്നായി അത് മനസ്സിലാക്കുമായിരുന്നു. പിന്നെ ഈ സംസ്കൃതത്തിൽ തന്നെ വലിയ സാഹിത്യ രസത്തെക്കുറിച്ചോ ധ്വനിയെക്കുറിച്ചോ ഒക്കെയുള്ള പ്രബന്ധങ്ങൾ വായിച്ചാൽ വലിയ പ്രയാസമാണ് മനസ്സിലായി. സ്വാഭാവികമായിട്ടും മനുഷ്യവിമോചനത്തിന് മുഴുവൻ ഉണ്ടായ മാർക്സിസത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം വായിച്ചാൽ മനസ്സിലാവില്ല, നമുക്ക് വലിയ പ്രയാസമാണ്. സിദ്ധാന്തം എന്ന് പറയുമ്പോൾ അത് ശാസ്ത്രീയമായ ഒരു വിചാര പദ്ധതിയാണ്. അതിൻ്റെ ജാർഗൺസ് ഉണ്ടാവും, അതിന് മാത്രം ഉപയോഗിക്കുന്ന സംജ്ഞകളുണ്ടാവും. അതിൽ സ്കോളർഷിപ്പിൻ്റെ ഒരു അംശമാണ്. പാണ്ഡിത്യം സാഹിത്യ നിരൂപണത്തിൻ്റെ ഭാഗമാണ്. പാണ്ഡിത്യമില്ലാതെ വെറുതെ ഇങ്ങനെ അനുഭൂതി വിശേഷം ആത്മാവിൽ ചൊരിഞ്ഞിറങ്ങുന്നത് പകർത്തി എഴുതുന്നതൊന്നുമല്ല സാഹിത്യ നിരൂപണം. അത് ഒരു ശാസ്ത്രീയ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഉള്ള സവിശേഷമായ വ്യാഖ്യാനവും വിശദീകരണവുമാണ് ഈ കൃതിയെ. അതിന് പുറത്തുള്ള മണ്ഡലങ്ങളുമായി ബന്ധപ്പെടുത്തി ചെയ്യും. ഈ സിദ്ധാന്തം വേണ്ട വിധം സ്വാംശീകരിക്കാതെയും പാശ്ചാത്യങ്ങളായ സിദ്ധാന്തങ്ങളെ അർത്ഥമറിയാതെ മനസ്സിലാക്കിയിട്ട് അത് പകർത്തി എഴുതാൻ തുടങ്ങുമ്പോഴാണ് ജഡമായ ഭാഷ, മലയാളത്തിൻ്റേതല്ലാത്ത വാക്യഘടന അതൊക്കെ വരികയും വായനക്കാരകന്നു പോവുകയും ചെയ്യുന്നത്. ഡിക്ഷണറി നോക്കിയിട്ടുള്ള ഒരു തരം പരിഭാഷയിൽ എഴുതുമ്പോഴാണ് ഇത് പറ്റിപ്പോകുന്നത്. മറിച്ച് ഈ ട്രാവലിംഗ് തിയറി എന്ന് എഡ്വേർഡ് സെയ്ദ് പറയും. ട്രാവലിംഗ് തിയറി എന്നാണ് പറയുന്നത്. ഒരു പാശ്ചാത്യ ലോകത്ത് വേറൊരു രാജ്യത്തിൻ്റെ സാംസ്കാരിക സാഹചര്യത്തിലുണ്ടായ ഒരു സിദ്ധാന്തം നമ്മളെടുക്കുമ്പോൾ നമ്മുടെ സാഹചര്യത്തിന് അനുകൂലമായി അതിനെ പരിവർത്തിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം അത് എഴുതുന്ന സൈദ്ധാന്തികനോ സാഹിത്യ നിരൂപകനോ ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായ വ്യാഖ്യാനവും വിശദീകരണവും നടത്തിയില്ലെങ്കിൽ ഒരു കൃതിയെ അതിൻ്റെ അർത്ഥാന്തരങ്ങളിലേക്ക് പ്രേരിപ്പിക്കാൻ സാഹിത്യ നിരൂപണത്തിന് കഴിയുകയില്ല. സാഹിത്യ നിരൂപണം കേവലാസ്വാദനമോ തൂവൽ സ്പർശമോ മാത്രമായി മാറിപ്പോകും. അതുകൊണ്ട് അതിന് ശാസ്ത്രീയമായ അടിത്തറ നഷ്ടപ്പെടാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു വാദം. ഞാൻ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മുട്ടിന് ദരിദ്ര പറഞ്ഞിട്ടുണ്ടല്ലോ, ബാർത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് നാട്ടുകാരെ വിഷമിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഈ സാഹിത്യ വിമർശനത്തിന് വലിയ വായനക്കാരുണ്ടായിരുന്ന കാലത്ത് ജനപ്രിയ ഭാവനയെ ഒന്ന് പ്രകോപിപ്പിക്കുന്ന എന്തെങ്കിലും പ്രസ്താവനകളിൽ സാഹിത്യ വിമർശകർ ധാരാളമായി ഏറ്റിരുന്നു. ഉദാഹരണത്തിന് കുട്ടിക്കൃഷ്ണമാരാർ ലീല ഭർതൃഘാതകിയാണ് എന്ന് പറയുന്നു. അപ്പോൾ ഈ ടോൾസ്റ്റോയി വാട്ട് ഈസ് ആർട്ട് എഴുതുമ്പോൾ അതിലെ ഒരു കാര്യവും ഇന്ന് ആരും വിശ്വസിക്കുന്നില്ല. പക്ഷേ വാട്ട് ഈസ് ആർട്ടിനെ അവഗണിച്ചുകൊണ്ട് പിന്നെ നമുക്ക് സാഹിത്യം വായിക്കാൻ പറ്റാതെയായി. അതേപോലെ ഇപ്പം ഞാൻ ലീല എടുത്തു വെച്ച് വായിച്ചാലും ആദ്യം മുതലേ ഈ ചിന്ത ലീല എന്ന് പറയുന്ന പുസ്തക വായനയിൽ എന്നെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം പ്രസ്താവനകൾ പുതിയ വിമർശകർ നടത്താത്തത് ഈ ജനപ്രിയത ഇല്ലാതാക്കുന്നതിലൊരു ഘടകമാണോ? അതുകൂടി ആലോചിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഇൻറ്ററാക്ഷൻ. മാരാര് ഭർതൃഘാതിരി എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ അസംബന്ധമല്ലേ? സാഹിത്യ നിരൂപണമാണോ? എനിക്കത് വേണമെന്ന് അങ്ങനെ സ്വാധീനിച്ചു. അത് അതെ, എനിക്കതൊരു കുട്ടേഷമാരാർ ചെയ്താൽ അസംബന്ധത്തിൻ്റെ പേര് അസംബന്ധം എന്നാണ്. അത് അങ്ങനെ കുറേ മാരാർ എഴുതിയിട്ടുണ്ട് മഹത്തായ നിരൂപണത്തിൻ്റെ ഒപ്പവും. സാഹിത്യ നിരൂപകർക്ക് ഈ അബദ്ധമൊക്കെ കാണിക്കാറുണ്ടെന്നേ ഉള്ളൂ.
അങ്ങനെ പ്രൊവോക്ക് ചെയ്യാവുന്ന പ്രസ്താവനകളൊക്കെ നമുക്ക് എഴുതാം. അത് പിറ്റേ ദിവസം പോലും വലിയ പ്രശ്നം. ഞാൻ ബാലേന്ദ്ര ചുള്ളിക്കാടിന് ഒരു അവതാരിക എഴുതി. മഹാകവികളുടെ വംശത്തിലെ അവസാനത്തെ മഹാകവിയാണ് ബാലേന്ദ്ര ചുള്ളിക്കാട് എന്നായിരുന്നു ആദ്യ വാക്യം. അതിൻ്റെ അടിയിലെഴുതി ഇതോടുകൂടി കേരളത്തിൽ മഹാകവികൾ അവസാനിച്ചു എന്നൊന്നും അർത്ഥമില്ല എന്ന് എഴുതിയിട്ടുണ്ട്. അതാരും വായിച്ചില്ല. പിറ്റേ ദിവസം മുതൽ രാമേന്ദ്രൻ എന്നെ ചിത്ത പറഞ്ഞില്ല, ബാക്കി എല്ലാവരും ചിത്ത പറഞ്ഞു. ഒരു കവി ഒരു കൊല്ലം എന്നോട് മിണ്ടാതിരുന്ന് കളഞ്ഞു. അപ്പോൾ നല്ല അർത്ഥത്തിൽ പറഞ്ഞതാ. അപ്പോൾ അതുകൊണ്ട് പ്രൊവക്കേഷൻ ഇപ്പോൾ വേണ്ടെന്ന് വെച്ചിരിക്കുക. ഇതിൽ വ്യത്യസ്തമായ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുന്ന സന്ദർഭത്തിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ ജനങ്ങളുടെ താല്പര്യം, ശ്രദ്ധ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുക വളരെ വ്യത്യസ്തമായ ഒരുപക്ഷെ നാടകീയമായിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ. അത് ക്രിയേറ്റിവിറ്റിയാണ്. ഇപ്പോൾ ഖസാക്കിൻ ഇതിഹാസത്തിൽ ഒന്നാമത്തെ വാക്യം കൂമൻകാവിൽ ബസ് എന്ന് നിന്നപ്പോൾ ആ സ്ഥലം രവിക്ക് ഒട്ടും അപരിതമായി തോന്നിയില്ല എന്നാണ്. കൂമൻകാവ് എന്നുള്ളതിൽ മനുഷ്യരില്ല, കൂമൻകാവേ ഉള്ളൂ. അടുത്ത വാക്ക് ബസ് എന്നുള്ളതാണ്. അപ്പോൾ കൂമൻകാവ് ബസ് എന്നുള്ള ആദ്യത്തെ 2 വാക്കുകൾ വെച്ചപ്പോൾ തന്നെ ഖസാക്കിൽ അടിസ്ഥാന സംഘർഷമുണ്ട്. വളരെ പ്രൈമോർഡിയലായിട്ടുള്ള മനുഷ്യസ്പർശമില്ലാത്ത ഒരു നാഗരികത എന്ന് പറഞ്ഞുകൂടാ, നാഗരികത സ്പർശമില്ലാത്ത ജീവിതം. ആ ജീവിതം കൂമൻകാവ് എന്നുള്ള വാക്കിൽ ഉണ്ട്. ബസ് എന്ന് പറയുന്നത് ഓമിനി ബസ് എന്നുള്ള വാക്കുന്നാണ് ബസ് എന്നുള്ള വാക്കുണ്ട്. എല്ലാവർക്കും യാത്രയാവുന്നതാണ്. ജനാധിപത്യം, ആളുകളുടെ സ്വതന്ത്രമായ സഞ്ചാരം, ഈ ഇംഗ്ലീഷ് ഭാഷ, ഇതിൻ്റെയൊക്കെ ഒരു അടയാളമാണല്ലോ ബസ്. അതിനിപ്പോൾ തർക്കത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ ഖസാക്ക് തുടങ്ങുന്ന ഈ 2 വാക്കുകളാണ്. ആ 2 വാക്കുകൾ നോക്കിയാൽ തന്നെയും ഖസാക്കിലെ അടിസ്ഥാന ഡ്രാമ എന്താണ്, അടിസ്ഥാന സംഘർഷം എന്താണ് എന്ന് പറയാൻ സാധിക്കും എന്നൊരു നിരൂപകൻ പറയുന്നു. അത് തെറ്റോ ശരിയോ ആയിരിക്കാം, അത് ആളുകളുടെ ചർച്ചയ്ക്ക് വിധേയമാവുന്നു. അല്ലാതെ ഇങ്ങനെയുള്ള പോപ്പുലിസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റുകളിലൂടെയാണ് പിന്നെ നിരൂപകർ വായനക്കാരുടെ ശ്രദ്ധ ആകർഷിക്കേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിരൂപണം സർവത്ര സാധുവാണെന്ന് നമുക്ക് പറയാൻ വയ്യ. നമ്മുടെ പ്രൗഢ നിരൂപകർ എഴുതിയിട്ടുള്ളതെല്ലാം, അവർ സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുള്ളതെല്ലാം വലിയ സാർവകാലിക സത്യങ്ങളാണ് എന്നൊന്നും പറയാൻ വയ്യ. നമ്മുടെ വലിയ നിരൂപകരും വളരെ ക്ഷുദ്രമായ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഉദാഹരണമായി ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു എന്നൊരു പുസ്തകത്തിലൂടെയാണ് സുകുമാർ അഴീക്കോട് ഖണ്ഡന വിമർശനത്തിൻ്റെ പ്രജാപതിയായി മാറിയത് മലയാള നിരൂപണത്തിൽ. അതിനുശേഷവും ശങ്കരക്കുറുപ്പ് ജീവിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കവിതകൾ വായിക്കപ്പെടുന്നു, ആസ്വദിക്കപ്പെടുന്നു. നമുക്ക് ശങ്കരക്കുറുപ്പിൻ്റെ കവിത ആവശ്യമുള്ള സമയത്ത് നമ്മൾ അത് എടുക്കുന്നു, വായിക്കുന്നു, ആ കവിതയിൽ മുഴുകുന്നു. പക്ഷെ ഒരു വസ്തുത കൂടിയുണ്ട്. ഈ ഖണ്ഡന വിമർശനം കൊണ്ട് തട്ടിയ ചെറിയൊരു ഇടിവോട് കൂടിയിട്ടാണ് ഒരുപക്ഷെ അന്ന് മുതൽ ഇന്നോളം നിലനിന്ന് പോന്നിട്ടുള്ളത് ശങ്കരക്കുറുപ്പിൻ്റെ കവിത മലയാളത്തിൽ എന്നത് ഒരു വസ്തുതയാണ്. ചെറിയ ഈ നിരൂപണത്തിൻ്റെ ഉപ്പ് ചേർത്താണ് നമ്മൾ, ഈ ഖണ്ഡന വിമർശനത്തിൻ്റെ ഉപ്പ് ചേർത്താണ് അന്ന് മുതൽ ഇന്നോളം മലയാളി ശങ്കരക്കുറുപ്പിൻ്റെ കവിത. ചെറിയൊരു സംശയത്തോടു കൂടി, അത്ര വലിയ മഹാകവിയാണോ ജി എന്നൊരു ചെറിയ സംശയം മലയാളി വായനക്കാരുടെ മനസ്സിൽ നിക്ഷേപിക്കാൻ ഈ നിരൂപണം മൂലം നിമിത്തമായിട്ടുണ്ട് എന്നുകൂടി നമ്മൾ വിചാരിക്കണം. ഈ അടുത്ത ദിവസമാണ് മുണ്ടശ്ശേരി മാഷിൻ്റെ ഒരു വാക്യമാണ്, ശങ്കരക്കുറുപ്പിൻ്റെ കവിതയുടെ ഒരു സവിശേഷത അതിന് സവിശേഷതകളൊന്നും ഇല്ല എന്നതാണ്. എന്നതുപോലെ ക്രൂരമായ നിരീക്ഷണങ്ങളിൽ മുഴുകിയിട്ടുണ്ട് മലയാള നിരൂപണം ഒരു കാലത്ത്. ഇപ്പോൾ എം.എൻ. വിജയൻ മാഷിൻ്റെ മാമ്പഴം നിരൂപണം ഫ്രോയിഡിൻ്റെ സ്വപ്നവ്യാഖ്യാനത്തിലെ ഒരു വാക്യത്തിൻ്റെ വിശദീകരണമാണ് ഒരു പക്ഷേ മാമ്പഴ നിരൂപണം വിജയൻ മാഷിൻ്റെ. എല്ലാ പഴങ്ങളും വിശേഷിച്ച് ആപ്പിൾ ഒരു സ്ഥാനപ്രതീകമാണ് എന്ന ഫ്രോയിഡിൻ്റെ ഒരു വാക്യത്തെ മാമ്പഴം എന്ന മലയാളപ്പഴത്തിൽ ആരോപിച്ചതിനാലുണ്ടായ ഒരു നിരൂപണ പാഠമാണ് വിജയൻ മാഷിൻ്റെ മാമ്പഴ നിരൂപണമെന്ന് നമുക്ക് പറയാം. പക്ഷേ വിജയൻ മാഷിൻ്റെ ഭാഷാ ഭംഗിയാലും ഭാഷാ സൂക്ഷ്മതയാലും ആ ലേഖനം ഒരു സർഗാത്മക കൃതി പോലെ ഇപ്പോഴും വായിക്കപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് നിരൂപകൻ എപ്പോഴും, ഖണ്ഡന വിമർശനം പലപ്പോഴും ഒരുതരം ഹിംസയാണ്. എഴുത്തുകാരനെ ഹിംസിച്ചുകൊണ്ട് സ്വയം വലിപ്പം ഭാവിക്കാനുള്ള നിരൂപണത്തിലെ ഒരു ആയിരുന്നു. ഇപ്പോൾ ഇല്ല, അത്തരം നിരൂപണങ്ങൾക്ക് ഇനി സാധ്യതയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം, നമ്മുടെ മുൻകാല നിരൂപണം അത്രമാത്രം കേമമായിരുന്നു എന്ന് പറയുമ്പോഴും അതിലും ഗിരിയിൽ കന്തരം എന്ന മാതിരി ചില ദുർബല സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാ മഹാനിരൂപകർക്കും ഇവിടെ ഗാനരചയിതാവായ കൈതപ്രത്തിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓർത്തുപോയതാണ്. KP അപ്പൻ്റെ നമ്മളെല്ലാവരും ആസ്വദിച്ചൊരു പ്രയോഗമുണ്ടല്ലോ, ടി പത്മനാഭൻ്റെ ഗൗരിയെപ്പറ്റി, പ്രണയത്തിൻ്റെ അധരസിന്ദൂരം കൊണ്ട് എഴുതിയ കഥ. ഈ അധരസിന്ദൂരം അതിനു മുമ്പ് തന്നെ വയലാറിൻ്റെ ഒരു പാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ അധരസിന്ദൂരം പോലുള്ള പ്രയോഗങ്ങളുടെ പേറ്റൻറ്റ് KP അപ്പനായിരുന്നില്ല എന്ന് വരുന്നു. അപ്പോൾ അതുകൊണ്ട് നിരൂപകനും നിരൂപണ വിധേയൻ ആണ് എന്ന നിലയ്ക്ക് വേണം നമ്മൾ മലയാള നിരൂപണത്തിൻ്റെ ഈ പ്രൗഢ ഭൂതകാലത്തെ നോക്കി രോമാഞ്ചം കൊള്ളാനും അതിൻ്റെ വർത്തമാനത്തെ നോക്കി അതിനോട് അനുതപിക്കാനും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ.
സാഹിത്യ വിദ്യാർത്ഥികൾക്ക് മറ്റു സാഹിത്യ ആസ്വാദകർക്കും വിമർശന വായനക്കാർക്കും ഈ ചർച്ചയിൽ ഇടപെടാം. ഈ സബ്ജക്റ്റ് വളരെ സന്തോഷം തോന്നി. ഇതിന് സഹായിക്കുന്ന എന്തെങ്കിലും ഗ്രന്ഥങ്ങളോ, പ്രത്യേകിച്ച് വെസ്റ്റേൺ ആയിട്ടുള്ള ഈ ലിറ്റററി ക്രിറ്റിസിസത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും ഗ്രന്ഥങ്ങളോ അല്ലെങ്കിൽ മലയാളത്തിൽ എന്തെങ്കിലും ഗ്രന്ഥങ്ങളോ ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ സാധിക്കുമോ നിങ്ങൾ വഴി? അതായത് പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങളെക്കുറിച്ചൊരു പാഠപുസ്തകം എഴുതിയ ആളാണ് ഞാൻ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ലഭ്യമായിരിക്കും പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തം എന്ന് പറഞ്ഞ് ഇന്നത്തെ കോണ്ടംപററി കുട്ടികൾക്ക് പഠിക്കാനുള്ള സിലബസ് അനുസരിച്ച് ഇത് ടെക്സ്റ്റ് ബുക്കാണത്, മലയാളത്തിലുള്ളതാണ്. അപ്പോൾ അത് വായിച്ച് ഈ ഘടനാവാദ, പോസ്റ്റ് മോഡേണിസം അത്തരം സിദ്ധാന്തങ്ങളെക്കുറിച്ചുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അവരാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഹലോ, ഈ നിരൂപണം മരിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു വ്യാഖ്യാനം ഇങ്ങനെ ആയിക്കൂടെ എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ സെൻസിബിലിറ്റിയിലുള്ള ഒരു നിരൂപണ സ്വഭാവം, സാർവലൗകികമായിട്ട് നിൽക്കുന്ന ഒരു ഈസ്തറ്റിക്കൽ സെൻസിബിലിറ്റിയിൽ നിന്ന് മാറിക്കൊണ്ട് സാഹിത്യം എന്ന് പറയുന്നതിന് ഒരു പലതരം ഇടപെടലുകളെന്നും പലത് സാഹിത്യത്തിലേക്ക് ഇടപെടുന്നു എന്നുള്ള നിലയിലും കാണുന്ന സമയത്ത് നിരൂപകൻ്റെ പഴയൊരു ബേസ് മാറുകയില്ല, പ്ലാറ്റ്ഫോം മാറുകയില്ല. ഒരു ലിറ്റററി സെൻസിബിലിറ്റിയിൽ നിന്ന് മാറിക്കൊണ്ട് ഇപ്പം ഈ പറയുന്ന പോലെ എൻവയോൺമെൻറ്റൽ കാഴ്ചപ്പാട് വരുന്നു, പാരിസ്ഥിതികമായ കാഴ്ചപ്പാട് വരുന്നു, അല്ലെങ്കിൽ സോഷ്യോളജിക്കലായിട്ടുള്ള, ആന്ത്രപ്പോളജിക്കലായിട്ട്, ഇത്തനോളജിക്കലായിട്ടുള്ള ഇങ്ങനെയൊക്കെ മാറുമ്പോഴത്തേക്ക് ഇതിൻ്റെ വിമർശനത്തിൻ്റെ സ്വഭാവം തന്നെ, അതിൻ്റെ ഒരു അടിസ്ഥാനം മാറുന്നു എന്ന രീതിയിൽ പറയുമ്പോഴത്തേക്ക് ഒരു ട്രഡീഷണൽ സെൻസ് ഓഫ് നിരൂപണം അവസാനിക്കുന്നു, മാറുന്നു. മറ്റൊരു പുതിയൊരു സാധനം സ്വഭാവത്തിൽ നിരൂപണം തന്നെ ആയിരിക്കണം തുടങ്ങുന്നു എന്നതായിക്കൂടെ? അത് ശരിയാണ്. സത്യത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്തതിൽ നമ്മൾ സംസാരിച്ചതും ഇതേ ഒരു അഭിപ്രായം. ആ പരമ്പരാഗതമായ വ്യവഹാര രീതി തന്നെ മാറി, അതായത് അനാലിസിസിൻ്റെ രീതി മാറിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഭാഷയെക്കുറിച്ച് മനഃശാസ്ത്രത്തിൻ്റെ സിദ്ധാന്തം ആദ്യം ഉപയോഗിച്ച ആളുകൾ ഒരാളാണ് എം. എൻ. വിജയൻ. അപ്പോൾ ഇതിങ്ങനെ മാറി മാത്രമല്ല, നിരൂപകൻ്റെ റോളും മാറിയിരിക്കുന്നു. ഇത് നല്ലതാണ് ചീത്തയാണെന്ന് പറയാനിപ്പോൾ നിരൂപകൻ്റെ ആവശ്യമില്ല, ഇത്തരം നിരൂപകർ അത് ചെയ്യുകയില്ല. വ്യത്യസ്തങ്ങളായ രീതിയിൽ സാഹിത്യ പഠനം നടത്തിയ ആളുകളാണ് ഞങ്ങളിവിടെ ഇരിക്കുന്ന 3 പേരും. രാജഗോപാലനാണെങ്കിൽ ലാംഗ്വേജ് അത്ര ഉപയോഗിച്ചുകൊണ്ട് ലാംഗ്വേജിൽ പ്രത്യക്ഷമല്ലാത്ത അർത്ഥങ്ങൾ ഒരു വാക്ക് കൊണ്ടുവരും. അതെങ്ങനെയുടെ കഥയുടെ സന്ദർഭത്തിൽ മാറുന്നുള്ള അദ്ദേഹത്തിൻ്റെ കഥാപഠനങ്ങൾ പ്രസിദ്ധമാണ്. ഇത് കവിതയിൽ തന്നെ മെറ്റഫറുകളുടെ ഒരു ലീലയാണ് ഏറ്റവും കൂടുതൽ സജയ് എഴുതിയിട്ടുള്ളത്. പോയട്രിയിൽ എങ്ങനെയാണ് മെറ്റഫറുകൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച്. എന്നാൽ മെറ്റഫറിനെ കുറിച്ചുള്ള സിദ്ധാന്തമൊന്നും സജയ് എഴുതിയില്ലെന്നേ ഉള്ളൂ. മെറ്റഫറിനെ കുറിച്ച് മനോഹരമായ ഒരു എസ്സേ മലയാളത്തിൽ ശ്രീജൻ എഴുതിയിട്ടുണ്ട്. മെറ്റഫർ മാത്രമാണ് അതിൻ്റെ രൂപകം എന്ന് പറഞ്ഞ അലങ്കാരത്തെക്കുറിച്ച്. വെറും സ്കൂളിൽ പഠിക്കുന്ന നിലവാരത്തിലുള്ള ഒരു അലങ്കാരമല്ലെന്നും അതിൻ്റെ വളരെ ഫിലോസഫിക്കലായ അർത്ഥങ്ങളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. ഞാനാകട്ടെ എൻ്റെ നോവൽ പഠനങ്ങളിലുമൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് പവർ റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട, സാമൂഹിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായ ആർക്കിടെക്ടോണിക്സിൻ്റെ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ സൈദ്ധാന്തികമായ രീതിയിൽ പഴയ രീതിയിലുള്ള വിമർശന സമ്പ്രദായം ഉപേക്ഷിച്ചും, അതായത് പരമ്പരാഗതമായ രീതി ഉണ്ടല്ലോ, ആദ്യം ഇത് കൊള്ളാമോ കൊള്ളുകയില്ലോ എന്നും ആ പറച്ചിലല്ല നിരൂപണത്തിൻ്റെ ധർമ്മം, മറിച്ച് അപഗ്രഥനമാണ്. അപഗ്രഥനത്തിലൂടെ ചിലപ്പം പുതിയ അർത്ഥങ്ങളിലേക്ക് മാറും. അങ്ങനെയാണ് നിരൂപകൻ ക്രിയേറ്ററായി മാറുന്നത്. അത് സർഗാത്മകമാകുന്നു എന്ന് പറയുന്നതും അതുകൊണ്ടാണ്. മറ്റൊന്ന് ഇതിനനുബന്ധമായൊരു ചെറിയ കാര്യം സൂചിപ്പിക്കട്ടെ. നിരൂപണം വലിയ ഒരു പാണ്ഡിത്യ പ്രകടനത്തിൻ്റെ വേദിയാണ് എന്നൊരു ധാരണ നമുക്കുണ്ട്. എൻ്റെ ഒരു അനുഭവം, വിനീതമായ അനുഭവം മുൻനിർത്തി പറയുകയാണെങ്കിൽ, ഒരുപക്ഷെ ഏറ്റവും അധികം പ്രതികരണങ്ങളുണ്ടായ, വായിക്കപ്പെട്ടു എന്ന് വിചാരിക്കപ്പെടുന്ന എൻ്റെ ഒരു ലേഖനം മലയാള കവിതയിലെ ചെമ്പരത്തിയെ പറ്റിയായിരുന്നു. ചെമ്പരത്തിപ്പൂ എന്ന ഒരു കേരളീയ അനുഭവം എങ്ങനെ മലയാള കവിതയിൽ പല കാലങ്ങളിൽ നിലനിന്നു, തുടരുന്നു എന്നതിനെക്കുറിച്ച് എഴുതിയ ഒരു ലേഖനമായിരുന്നു ഒരുപക്ഷെ എൻ്റെ അറിവിൽ ഏറ്റവും അധികം ആസ്വദിക്കപ്പെട്ടത്. ഈ അടുത്തയിടെയാണ് ഇതുപോലെ സംശയത്തോടു കൂടി ഞാൻ എഴുതിയതാണ് ഇടശ്ശേരി കവിതയിലെ നിറങ്ങൾ. ഒരു ചെറിയ സംഗതിയാണ്, പക്ഷേ അതിനും നല്ല സ്വീകാര്യത ലഭിക്കുകയുണ്ടായി. അതുകൊണ്ട് നിരൂപകൻ വലിയ പാണ്ഡിത്യ ശേഷികൾ ഉപയോഗിച്ച് നടത്തുന്ന ഒരു ഖനനത്തിൻ്റെ പേരൊന്നുമല്ല നിരൂപണം. ഒരു ശ്രദ്ധ ക്ഷണിക്കലാണ്. വരൂ കാണൂ ഈ തെരുവുകളിലെ ചോര എന്ന് പറയേണ്ടപ്പോൾ അങ്ങനെയും സെയിൻറ്റ് ഫ്രാൻസിസ് അസീസിയെ പറ്റിയുള്ള ഒരു കഥയിൽ പറയുന്ന പോലെ അല്ലേ, ഒരു നിലാവുള്ള രാത്രിയിൽ അദ്ദേഹം പള്ളിമേടയിൽ പോയി കൂട്ടമണി അടിച്ച് ജനങ്ങളെ വിളിച്ച് കൂട്ടിയിട്ട് പറഞ്ഞതാണ് വരൂ കാണൂ ഈ നിലാവ്. ഇങ്ങനെ പറയേണ്ട സമയത്ത് അങ്ങനെയും പറയുന്ന ഒരുവളുടെ പേരാണ് നിരൂപകനെന്നോ നിരൂപകയെന്നോ എന്ന നില വന്നിരിക്കുന്നു ഈ കാലയളവിൽ.
ഒരു വലിയ അസാധാരണമായ പാണ്ഡിത്യവും ഉൾക്കാഴ്ചയുമുള്ള ഒരാളുടെ പേരല്ല. വായനയെ ഒരു ജീവിതചര്യയാക്കി മാറ്റിയ, ഒരേ സമയം വായനക്കാരനും എഴുത്തുകാരനുമായിരിക്കുന്ന, തൻ്റെ വായനയെ എഴുത്തിലൂടെ പ്രകാശിപ്പിക്കുന്ന, വായനയെ ഒരു ഉത്തരവാദിത്തമായി എടുത്തിട്ടുള്ള ഒരാളുടെ പേര് മാത്രമാണ് നിരൂപക എന്നത് നമ്മുടെ കാലയളവിൽ. ഒരു അനുഭവം പറഞ്ഞോട്ടെ. കുറച്ച് ആത്മപ്രശംസയാണെന്ന് തോന്നും. കുറച്ചാവല്ലേ? ഒരു ലേഖനം വായിച്ചിട്ട്, ഒരു പുസ്തകം തന്നെ വായിച്ചിട്ട് പറഞ്ഞത്, ഇതിന് ആധാരമെന്ന് കൺവെൻഷനലായി പറയുന്ന കൃതി ഞാൻ വായിച്ചിട്ടില്ല, പക്ഷേ നിങ്ങളുടെ നിരൂപണം എനിക്ക് ഇഷ്ടമായി, ഞാൻ വായിച്ച് ആസ്വദിച്ചു എന്ന് പറയുന്നുണ്ടായി. അതിൽ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നമ്മൾ പാശ്ചാത്യ ലോകത്ത് നിന്ന് വായിക്കുന്ന പല കൃതികളും അതിൻ്റെ മൗലികമായ ഭാഷയിൽ നമ്മൾ വായിച്ചിട്ടില്ല, പക്ഷെ നമുക്കത് ഇഷ്ടമാണ്. അങ്ങനെ ഒരു ഇൻഡിപെൻഡൻറ്റ് ടെക്സ്റ്റായിട്ട് തന്നെയും നിരൂപണത്തിന് ചിലപ്പോൾ നിൽക്കാൻ സാധിക്കും. ഇത് അതിര് കവിഞ്ഞൊരു വാദം ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ധാരാളം അനുഭവങ്ങൾ വ്യക്തിപരമായിട്ടുണ്ട്. നമ്മുടെ ചില എഴുത്തുകൾ വായിച്ചിട്ട് ചില ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വെളിപ്പെടുത്തേണ്ട കാര്യം, ഞാൻ കുറേ ആലോചിച്ചു വെളിപ്പെടുത്തണോ വേണ്ടി വന്നു, പക്ഷേ ഇങ്ങനൊരു സ്ഥലത്ത് വെളിപ്പെടുത്താൻ തോന്നുന്നു. രാജഗോപാലൻ മാഷിൻ്റെ ബലത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ. പേര് വെളിപ്പെടുത്തുന്നില്ല, അതെന്നെ പറ്റിയും അല്ല എന്ന് വിചാരിക്കും, ഒരു നിരൂപകനെ പറ്റി. ഇവിടെ ഒരു തരത്തിൽ ശ്രീ PK രാജശേഖരൻ പരാമർശിച്ച കവിയുടെ ഈ അടുത്ത ദിവസം അയച്ച ഒരു സ്വകാര്യ മെസ്സേജാണ്. മാഷിൻ്റെ ബലത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് മാഷ് ഇങ്ങനെ സ്വകാര്യം പങ്കുവയ്ക്കാൻ തയ്യാറായതുകൊണ്ട് ആത്മപ്രശംസയുടെ ഒരു ലാഞ്ചനയുമില്ലാതെ ആ മെസ്സേജ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. വെൻ യു ആർ ദെയർ ഐ ആം ജസ്റ്റിഫൈഡ്. നിങ്ങൾ അവിടെ ഉള്ളപ്പോൾ ഞാൻ ന്യായീകരിക്കപ്പെടുന്നു. ഇത് ആണ് ഒരുപക്ഷെ എഴുത്തുകാരനും നിരൂപകനും തമ്മിൽ ഉണ്ടാകാവുന്ന ഏറ്റവും ഉയർന്ന, ഏറ്റവും ഗാഠമായ ബന്ധം. വെൻ യു ആർ ദെയർ ഐ ആം ജസ്റ്റിഫൈഡ്. നിങ്ങളിൽ ഞാൻ എൻ്റെ ഒരു മാതൃകാ വായനക്കാരനെ കാണുന്നു, അത്രേ അതിനർത്ഥമുള്ളൂ. വലിയ പ്രശംസയോ ആത്മപ്രശംസയോ ഒന്നുമല്ല അത്. അങ്ങനെ ആയിത്തീരാൻ നിരൂപകന് സാധിക്കുന്നതാണ് നിരൂപണ കലയുടെ എക്കാലത്തെയും സാഫല്യം. ഇപ്പോൾ വിജയൻ മാഷ് പറഞ്ഞ പല കാര്യങ്ങളെയും വൈലോപ്പിള്ളി നിഷേധിച്ചിട്ടുണ്ട്. എൻ്റെ കവിത അതൊന്നുമല്ല, എൻ്റെ കവിത ഈ ഫ്രോയിഡിയൻ വായനയ്ക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോഴും ആ വായന നിലനിൽക്കുന്നു, ഒരു ബദൽ പാഠമായിട്ടത് നിലനിൽക്കുന്നു, ആ കവിതയുടെ ഇരട്ടിക്കലായി അത് നിലനിൽക്കുന്നു. വിജയമാഷിൻ്റെ വ്യാഖ്യാനം കാരണമാണ് വൈലോപ്പിള്ളി പിന്നീട് അടിക്കുറിപ്പിടാൻ തുടങ്ങിയത്. മൊത്തം കവിത അടിക്കുറിപ്പുണ്ട് നിറച്ച് കളഞ്ഞ്. കാരണം ഇതെല്ലാം എമ്മന് വിജയം വേറെ അർത്ഥം പറയുമെന്ന് പറഞ്ഞ് പേടിച്ചിട്ട് ചെയ്തതാണ്. പക്ഷേ എനിക്കിങ്ങനെ ഈ ഒരു എൻ്റെ സാഹിത്യ നിരൂപണ സങ്കല്പത്തിൽ സാഹിത്യകാരനില്ലാത്ത റിപ്പബ്ലിക്കാണ് എൻ്റെ സാഹിത്യ നിരൂപണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാഹിത്യകാരനുമായിട്ടുള്ള ഒരു മമതാബന്ധവും സ്നേഹബന്ധവും അതിനകത്ത് സാധ്യമേ അല്ല. അത് എൻ്റെ മുമ്പിൽ ഈ കൃതി മാത്രമേ ഉള്ളൂ. സാഹിത്യകാരൻ നല്ല മനുഷ്യനും PP രാമചന്ദ്രനെ പോലെ സാത്വികനുമൊക്കെ ആയിരിക്കാം, പക്ഷേ സാഹിത്യത്തിൻ്റെ നിരൂപണത്തിനകത്ത് ഈ സൗഹൃദവും ബന്ധവുമൊന്നുമില്ല. എൻ്റെ മുമ്പിൽ വാക്കുകൾ മാത്രമേ ഉള്ളൂ. എന്താണ് ആംലെറ്റിലല്ലേ എന്താണ് വായിക്കുന്നത്? പൊളോണിയസ് ചോദിക്കുമല്ലോ, പ്രഭോ എന്താണ് വായിക്കുന്നത്? വേർഡ്സ് 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 എന്ന് പൊളോണിയസിനോട് ആംലെറ്റ് പറയുന്ന അതുപോലെ വാക്കുകൾ മാത്രമാണ്. അപ്പോൾ വാക്കുകളിലുള്ളൊരു വിശേഷ വ്യവഹാരം ആണ്, അത് സൈദ്ധാന്തികവുമാണ് എന്നാണ് ഞാൻ സാഹിത്യ നിരൂപണത്തെക്കുറിച്ച് വിചാരിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞോട്ടെ. ഞാൻ എഴുതുമ്പോൾ അറിയാതെ വന്നൊരു കാര്യമാണ്. ഞാനിപ്പോൾ OV വിജയൻ്റെ ഒരു കഥയെക്കുറിച്ച് അല്ലെങ്കിൽ പിന്നെ PP രാമചന്ദ്രൻ്റെ കവിതയെക്കുറിച്ച് പറയുമ്പോൾ PPയുടെ പേര് ഒരു തവണയേ പറയാറുള്ളൂ. അത് ഞാൻ പിന്നീട് മനസ്സിലാക്കിയതാണ്. ഈ ഒരു കൃതിയുടെ അർത്ഥവ്യവസ്ഥയുടെ പൂർണ്ണ അധികാരി, എക്കാലത്തേക്കുള്ള അധികാരി, ഉടമ അത് എഴുതിയ ആളാണെന്നുള്ള വിചാരം ഇല്ലാത്തതുകൊണ്ട് OV വിജയൻ്റെ കസകൻ ഇതിഹാസം എന്ന് പറയും, അല്ലെങ്കിൽ PP രാമചന്ദ്രൻ്റെ ഇന്ന കവിത എന്ന് പറയും. അല്ലാതെ PP രാമചന്ദ്രൻ പറയുന്നു, വൈലോപ്പിള്ളി പറയുന്നു, ഇടശ്ശേരി പറയുന്നു ആവർത്തിക്കുന്ന രീതിയില്ല. കാരണം അത് നമ്മുടെ ഒരു ഓവർ ആയിട്ടുള്ളൊരു ക്ലെയിമല്ലേ. അദ്ദേഹം പറയുന്നത് ഇതാണ് നമുക്കെന്ത് ബോധ്യം, നമ്മൾ വായിച്ചെടുക്കുന്ന കാര്യമല്ലേ. നമ്മുടെ വായനയിൽ നിന്ന്, നമ്മുടെ ലോകബോധത്തിൽ, നമ്മുടെ ഭാഷാബോധത്തിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അത് വൈലോപ്പിള്ളി പറയുന്ന ആവണമെന്നില്ല, അല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് ഒരു കൃതിയുടെ സമ്പൂർണ്ണമായ അർത്ഥാധികാരം അത് എഴുതിയ ആൾക്ക് കൊടുക്കാൻ ജനാധിപത്യ കാലത്ത് നമ്മൾ തയ്യാറാവേണ്ടതില്ല. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരാൾ ഈ KSRTC, ഞാൻ എഴുതിയിട്ടുണ്ട് കാര്യം, KSRTC ടിക്കറ്റ് സൂക്ഷിച്ചു. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മരത്തിൻ്റെ ചെറിയ പെട്ടി ഉണ്ടായിരുന്നു. 35ഓളം KSRTC ടിക്കറ്റുകളാണ് അദ്ദേഹം സൂക്ഷിച്ചത്. മറ്റൊന്നും ഉണ്ടായിരുന്നില്ല സമ്പത്ത്, ദരിദ്രനായിരുന്നു. അതിൻ്റെ കാരണം അയാളുടെ ശാന്ത എന്ന് പറയുന്ന അശാന്തയായിട്ടുള്ള ഭാര്യ അസ്വാസ്ഥ്യത്തോടെ അന്ന് പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹത്തിന് ഈ ടിക്കറ്റ് യാത്രാവസാനം വരെ സൂക്ഷിക്കാമെന്നുണ്ടല്ലോ പഴയ ടിക്കറ്റിൽ. അത് അദ്ദേഹത്തിന് ഈ ഭ്രാന്തിൻ്റെ അധികമായ ആനുകൂല്യമുള്ളതുകൊണ്ട് അദ്ദേഹം അതിൽ ദർശനം വായിക്കുകയും ജീവിതം വായിക്കുകയും ഈ ടിക്കറ്റ് സൂക്ഷിക്കുകയും ചെയ്തു. ഞാൻ ഒരു 10-30 കൊല്ലം മുമ്പ് എഴുതിയൊരു കാര്യമാണ്. എൻ്റെ നാട്ടിലെ ഒരു കുഞ്ഞമ്പോട്ടെന്ന് പറയുന്ന ആളുടെ ജീവിതമായത്.
അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ ഗതി. അതായത് ഇതിൻ്റെ അർത്ഥജീവിതം KSRTC മുതലാളിക്ക് അതിൻ്റെ മന്ത്രിക്കോ തീരുമാനിക്കാൻ പറ്റില്ല. ഇയാൾ ഇങ്ങനെ ഈ ഭ്രാന്തിൻ്റെ ഒരു ആനുകൂല്യമുണ്ട് ഇങ്ങനെ വായിച്ചു, അയാൾ കുറ്റം പറയാൻ പറ്റുമോ? ഇങ്ങനെയാണ് കൃതികൾ പ്രവർത്തിക്കുന്നത്. അതെ, അത് മാത്രമേ ഉള്ളൂ. സ്വാതന്ത്ര്യമാണ് നിരൂപണം. ഇത് ഈ ചർച്ച അവസാനിക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ ഒരു അനുഭവം പറയാം. എൻ്റെ പുസ്തകം ലേഖനങ്ങളൊന്നും വായിച്ച് അധികം പേരൊന്നും വിളിച്ചിട്ടില്ല. പക്ഷേ സ്ഥിരമായിട്ട് ഒരാൾ സ്ഥിരമായിട്ട് വിളിക്കുമായിരുന്നു. അത് ജ്ഞാനവാസിഷ്ടത്തെ മുൻനിർത്തി ഞാനൊരു ലേഖനം എഴുതി. അപ്പോൾ അയാൾ വിളിയെന്ന് പറയുന്നത് ചെറുതായിട്ടല്ല. ആദ്യമൊക്കെ നമുക്ക് സന്തോഷമാണെങ്കിലും അവസാനം നമ്മളെ ഒബ്സസ് ചെയ്യുന്ന രീതിയിൽ സ്ഥിരമായി വിളിക്കാൻ തുടങ്ങി. അപ്പോൾ അവസാനം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇന്ന പുസ്തകത്തെ വെച്ചല്ലേ ആ പുസ്തകം വാങ്ങിക്കാൻ പറഞ്ഞു. അദ്ദേഹം ആ പുസ്തകം വായിച്ചു. അദ്ദേഹത്തിന് ആ പുസ്തകം ഇഷ്ടപ്പെട്ടില്ല. വീണ്ടും നമ്മുടെ ലേഖനമാണ് അദ്ദേഹത്തിന്, അത് സ്ഥിരമായി വായിക്കും. കുറേ നാൾ അദ്ദേഹത്തിൻ്റെ വിളി കിട്ടിയില്ല. അപ്പോൾ പിന്നെ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, അത് 6 മാസമായിട്ട് ഞാൻ ആശുപത്രിയിലായിരുന്നു, ഭ്രാന്താശുപത്രിയിലായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു ആസ്വാദകൻ ഉണ്ടായിരുന്നത് ആ വഴിക്ക് പോയി. അപ്പോൾ അങ്ങനെ ഇതിനകത്ത് ഇദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. ഈ സാഹിത്യ വിമർശനത്തിന് സത്യത്തിൽ ഒരുപക്ഷെ ഞങ്ങൾ നടത്തിയ സംവാദത്തിൻ്റെ ഏറ്റവും അർത്ഥപൂർണമായൊരു ചോദ്യം വന്നത് അവിടെ നിന്നാണ്. പലതരത്തിലുള്ള വായനകൾ ഈ വിമർശനത്തിലേക്ക് കടന്നു വന്നതുകൊണ്ട് പരമ്പരാഗത വിമർശനത്തിൻ്റെ മരണമാണോ നമ്മൾ ഉദ്ദേശിച്ച വിഷയം എന്ന ചോദ്യമാണ് എനിക്ക് തോന്നുന്നു ഇന്ന് നടന്ന ഇതിൻ്റെ ഏറ്റവും വലിയ ഫലം. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പലതരത്തിലുള്ള അതിവാദങ്ങൾ ഈ സാഹിത്യ വിമർശനത്തിലേക്ക് കടന്നിട്ടുണ്ട്. ചില തീവ്രവാദങ്ങളും വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് പൊളിറ്റിക്കലി കറക്റ്റായിരിക്കുക, ബോഡി ഷെയ്മിങ് പാടില്ല, അല്ലെങ്കിൽ സ്ത്രീവാദത്തിൻ്റെ അത് സമ്പൂർണ്ണ സംരക്ഷണം എഴുതുന്ന കവിതയിലും കഥയിലും ഒക്കെ വേണം. ഇങ്ങനെയുള്ള വായനകളെ പ്രോത്സാഹിപ്പിക്കുന്നത് വഴി പൂർണ്ണമായും പൊളിറ്റിക്കലി കറക്റ്റായ ഒരു സമൂഹമാണോ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് എന്ന ചോദ്യം സാഹിത്യ വായനക്കാരോട് ചോദിച്ചുകൊണ്ട് ഈ സംവാദം പൂർത്തിയാക്കുന്നു. ഇതിൽ പങ്കെടുത്ത ശ്രീമാൻ EP രാജഗോപാൽ, KV സജയ്, PK രാജശേഖരൻ തുടങ്ങിയ സുഹൃത്തുക്കളോടെല്ലാം മനോരമ ഹോർത്തൂസിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു.